ടെക്നോളജിക്കലി പ്രശ്നങ്ങൾ. കാരണം ഒരു അപകടമുണ്ടായാൽ നമ്മൾ സാഹചര്യം നോക്കിയിട്ടല്ലല്ലോ, നമ്മൾ ആ ഒരു ഘട്ടത്തിൽ അതിന് ഏത് തരത്തിൽ ഏത് ടെക്നോളജി ഉപയോഗിച്ച് ഏത് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി അതിനെ മറികടക്കാൻ പറ്റുമെന്നുള്ളതാണല്ലോ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. കാരണം വെയിറ്റിംഗ് അല്ലല്ലോ, അവിടെ തെളിയട്ടെ മഴ പോകട്ടെ എന്നല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലാണല്ലോ നമ്മളെപ്പോഴും നിൽക്കുക. അതുകൊണ്ട് എത്രയും വേഗം എന്ന് തന്നെയാണ് നമ്മളിപ്പോഴും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇത് നിന്നുപോയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇപ്പോഴും പറഞ്ഞ ടെക്നീഷ്യൻസ് വന്നതിന് ശേഷം സംവിധാനത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാമെന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ പറഞ്ഞു, നമ്മൾ എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുക എന്നൊരു ആവശ്യത്തിൽ തന്നെ നമ്മൾ നിൽക്കുകയാണ്. കാരണം ജിതിനുൾപ്പെടെ ആവശ്യപ്പെട്ട കുടുംബം ആവശ്യപ്പെടുന്നത് ആ നിലയിൽ തന്നെയാണ്. ഞങ്ങളുടെ ആവശ്യം സ്വാഭാവികമായിട്ട് യോഗത്തിൽ ശക്തമായി മുന്നോട്ട് വെച്ചു. സ്വാഭാവികമായിട്ട് തീരുമാനം എടുക്കേണ്ടത് കർണാടക സ്റ്റേറ്റാണ്. അപ്പോൾ അവരുടെ ഡിസിഷനിലേക്കാണ് അവർ പോകുന്നത്. പക്ഷേ നമ്മുടെ ആവശ്യത്തിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. നമ്മൾ ആ ആവശ്യം തന്നെ മുന്നോട്ട് വെക്കുകയാണ്. നിർത്തരുത്, കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ളത്. അല്ല, ഇതിൽ നമ്മൾ പറഞ്ഞ കാര്യം ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA ഇവിടെ സംസാരിച്ചു. അവരുടെ ഒന്നും സേവനത്തെ നമ്മൾ കുറച്ച് കാണുന്നില്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ പറഞ്ഞ് ഏതെങ്കിലും തരത്തിലൊരു ചർച്ചയെ അവസാനിപ്പിച്ച് പോകുന്നതല്ല ആഗ്രഹിക്കുക. അദ്ദേഹം ചെയ്ത വർക്കിനെയുമൊക്കെ നമ്മൾ അംഗീകരിക്കുകയാണ്, അങ്ങേയറ്റം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ നമുക്കുണ്ടായ ചില ആശങ്ക, ഇപ്പോൾ ഇവിടെ 2 ദിവസം മന്ത്രിമാരുൾപ്പെടെ വന്നു. 3 ദിവസമായിട്ട് 2 മന്ത്രിമാർ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തു. ആ ക്യാമ്പ് ചെയ്തതിൻ്റെ ഭാഗമായി എടുത്ത ചില തീരുമാനങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഞാൻ പറഞ്ഞ ഡ്രഡ്ജിങ് ഉണ്ട്, പാൻറ്റൂൺ ഉണ്ട്, അത്തരം ടഗ് ബോട്ട് ഉണ്ട്. അത്തരം സംവിധാനങ്ങളൊക്കെ ചെയ്യാം എന്ന് ഉറപ്പ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ആ സാഹചര്യങ്ങളൊന്നും ആ സാധ്യതയൊന്നും ഇവിടെ എത്തപ്പെട്ടില്ല എന്നുള്ളത് തീർച്ചയായും നമ്മളെല്ലാം നേരിട്ട് കാണുകയാണ്. ആ ഒരു ആശങ്ക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട കേരള ഫോറസ്റ്റ് മിനിസ്റ്ററുടെ കൂടി സാന്നിധ്യത്തിൽ നമ്മളിവിടുത്തെ അധികാരികളോട് വളരെ സജീവമായി ആവശ്യപ്പെട്ടതാണ്, ജില്ലാ കളക്ടറോട് ഉൾപ്പെടെ. ഒരു ഘട്ടത്തിലും നിങ്ങൾ അങ്ങനെയൊരു ചർച്ച പൊതുവിൽ രൂപപ്പെട്ട് വന്നപ്പോൾ തന്നെ നമ്മളത് ശ്രദ്ധയിൽപ്പെടുത്തി. അത് ഒരു കാരണവശാലും നിർത്തി പോകരുത് എന്നുള്ളത് നമ്മളിന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ എടുത്ത തീരുമാനം എന്താ, രാവിലെ എടുത്ത തീരുമാനം എന്താ, ഇത് അവസാനിപ്പിക്കുന്നില്ല, നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് 3 മണിയോടുകൂടി ഇത് അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നിടത്താണ് ആ ഒരു ആശങ്ക പറഞ്ഞത്. ഇതൊരിക്കലും ഞാനിവിടെ ആവർത്തിക്കുന്നു, ഒരിക്കലും 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ളൊരു വിഷയത്തിലല്ല. ഇവിടെ MLA ഉൾപ്പെടെ നടത്തിയ പ്രവർത്തനത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ വിജിൻ അവിടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഏതായാലും അർജുനായുള്ള തെരച്ചിൽ തുടരാൻ തീരുമാനമുണ്ട്. പക്ഷേ തൽക്കാലം കര കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാകുമെന്നാണ് സൂചന. പുഴയിൽ ഇറങ്ങിയുള്ള തിരച്ചിൽ അസാധ്യമെന്നാണ് കാർവാർ MLA അടക്കം പ്രത്യേക ഉന്നത യോഗത്തിന് ശേഷം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നിഗമനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഗംഗാവലി പുഴയിൽ ഇറങ്ങിയുള്ള തെരച്ചിലിൽ നിന്ന് ഈശ്വർ മൽപ്പയെ നേരത്തെ പിൻവാങ്ങിയിരുന്നു. നിരവധി തവണ ശ്രമിച്ചിട്ടും അർജുൻ്റെ ലോറി കണ്ടെത്താനാവാത്ത പശ്ചാത്തലത്തിലാണ് 7 അംഗ സംഘം മടങ്ങാൻ തീരുമാനിച്ചത്. പക്ഷേ ഈ പുഴയിലെ ഒഴുക്ക് കുറയുമ്പോൾ ദൗത്യം തുടരുന്നതിൽ അവർ സമ്മതവും അറിയിച്ച പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇതോടെ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും പ്രതിസന്ധിയിലാവുകയാണോ? മുഖ്യമന്ത്രിമാർ പരസ്പരം സംസാരിച്ച് തീരുമാനമുണ്ടാക്കണമെന്നുള്ള AKM അഷ്റഫ് MLAയുടെ ആവശ്യത്തിൽ കഴമ്പില്ലേ? സംവിധാനങ്ങൾ എത്തിക്കുമെന്ന് പറയുന്നതല്ലാതെ ഒന്നും കൊണ്ടുവരുന്നില്ല എന്ന ആക്ഷേപത്തിലും കഴമ്പില്ലേ? എന്താണ് അർജുൻ ദൗത്യത്തിലെ അടുത്ത ഘട്ടം? വാട്ട് നെക്സ്റ്റ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. വിനേഷ് കുമാർ ഷിരൂരിലുണ്ട്, അല്പസമയത്തിനകം ചേരുമെന്ന് കരുതുന്നു. KV ബൈജുവും ഏറ്റവും പുതിയ അപ്ഡേഷൻസ് നമ്മോടൊപ്പം ചേർന്ന് പങ്കുവെക്കും. കേണൽ ഡിന്നിയുണ്ട് ഈ ചർച്ചയുടെ ഭാഗമായി. മേജർ ജനറൽ M ഇന്ദ്രബാലൻ നമ്പിയാർ നമ്മോടൊപ്പം ഈ ചർച്ചയുടെ ഭാഗമായി ചേരും. ഒപ്പം ശ്രീ അൻവർ, അദ്ദേഹമാണ് അർജുൻ്റെ ബന്ധുവാണ്, അവരുടെ വികാരങ്ങൾ പങ്കുവെക്കും, കുടുംബത്തിൻ്റെ വികാരങ്ങൾ പങ്കുവെക്കാൻ അൻവറും നമ്മോടൊപ്പം ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. അൻവർ കേൾക്കാമെന്ന് കരുതുന്നു. ശ്രീ അൻവർ, ഈ ദൗത്യത്തിനുമായി ബന്ധപ്പെട്ട് അൻവറിലേക്ക് വരാമെന്ന് കരുതുന്നു. ശ്രീ KV ബൈജു, നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ്? തിരച്ചിൽ തുടരുമെന്ന് പറയുമ്പോഴും പുഴയിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിലാവില്ല, അത് കരയിലേക്ക് പൂർണ്ണമായി മാറുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്ക് മനസ്സിലാകുന്ന അസാധ്യമാണ് പുഴയിലെ സാഹചര്യം, മനുഷ്യസാധ്യമല്ല ഇറങ്ങിത്തിരയുക എന്നൊക്കെ പറയുന്നത്. അതിന് കുറച്ചുകൂടി അതിനൂതനമായ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. ഈ ലോറി പോലും അവിടെ ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച്?
രഞ്ജിത്തെ, രക്ഷാപ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെച്ചിട്ടില്ല എന്ന ഒരു ആശ്വാസമുണ്ട് ആ യോഗത്തിന് ശേഷം വന്ന വാർത്താ സമ്മേളനത്തിൽ. അതേസമയം ഈ പുഴയിലാണ് ഈ ലോറി കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അർജുനായുള്ള തിരച്ചിൽ നടത്തേണ്ടത് പുഴയിലാണ്. തൽക്കാലം പുഴയിലുള്ള തെരച്ചിൽ നിർത്തിവെച്ചിരിക്കുന്നു. കരയിലുള്ള തെരച്ചിൽ തുടരും. ഇതാണ് ഈ തിരിച്ചു വരാം. ഇപ്പോൾ AK അഷ്റഫ് MLA സംസാരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അല്ല, നമ്മൾ ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ അത് തൃശ്ശൂരാണ് എന്ന് പറഞ്ഞ തൃശ്ശൂരാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു അത് എത്തിക്കാൻ വിത്തിൻ 24 hours. കാരണം അതിൻ്റെ പ്രൊസീജിയർ ഉണ്ട്. കാരണം ഇവിടുത്തെ ജില്ലാ കളക്ടർ അവിടെ ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയർ നടപടികളുണ്ട്. നിങ്ങളത് ചെയ്താൽ മതി. നമ്മൾ കൂടി ഇനീഷ്യേറ്റീവ് എടുത്ത് അത് 24 മണിക്കൂർ കൊണ്ട് എത്തിക്കാനുള്ള സംവിധാനം നമുക്ക് ചെയ്യാം. തൃശ്ശൂരിൽ നിന്ന് ഇവിടത്തേക്ക് അത്ര കിലോമീറ്ററാണ്, നമുക്ക് ചെയ്യാം. പക്ഷേ അന്നേരമാണ് ഇവർ പറഞ്ഞത് അതിൻ്റെ ടെക്നീഷ്യൻ വന്ന് ഫീസിബിലിറ്റി നോക്കിയിട്ട് മാത്രം കൊണ്ടുവരാനുള്ള സാഹചര്യം. കാരണം അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ചെറിയ ബുദ്ധിമുട്ട്. കാരണം നമ്മൾ അനിശ്ചയമായി അവിടെയാണ് നമ്മൾ പ്രശ്നം പറയുന്നത്. അവിടെയാണ് നമ്മൾ പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ള സാങ്കേതിക വിദ്യ. ഞാനൊരു കാര്യം കൂടി അതിൽ ചോദിച്ചു. നമ്മൾ 13 ദിവസമായില്ലേ സർ, അപ്പോൾ അതിനിടയിൽ നമുക്കൊരു ഫീസിബിലിറ്റി പരിശോധിക്കാമായിരുന്നില്ലേ എന്നൊരു ഒരു ചോദ്യം കൂടി വളരെ സ്നേഹപൂർവ്വം തന്നെയാണ്, വളരെ സൗഹൃദപൂർവ്വം തന്നെയാണ് നമ്മൾ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത്. ആ ഒരു റിക്വസ്റ്റ് കൂടി അവിടെ വെച്ചു. പക്ഷേ നമ്മൾ എത്തിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഏത് തരത്തിലും വിത്തിൻ 24 hours നമ്മൾ അതിൽ ഇടപെട്ട് ചെയ്തു തരാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ടെക്നീഷ്യൻ എന്നുള്ളതാണ്. കാരണം അത് നിന്നു പോകുന്ന ഒരു ഘട്ടമുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെയും നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത്. അവിടെയും ഒരു ടെക്നീഷ്യൻ ഉണ്ടോ അല്ലെങ്കിൽ കണ്ടുപിടിക്കണോ? നമ്മുടെ ടെക്നീഷ്യൻ തൃശ്ശൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു സംവിധാനം, അതായത് അവിടുത്തെ ടെക്നീഷ്യനുമായി ബന്ധപ്പെട്ട ഫ്ലോട്ടിംഗ് JCB ആണ്. ഫ്ലോട്ടിംഗ് ഹിറ്റാച്ചി ആ സംവിധാനമാണ് ഇവർ പറയുന്നത്. അല്ല, അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ പ്രശ്നമാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. നേരത്തെ പറഞ്ഞ ഡ്രഡ്ജിങ് അത് ഫലപ്രദമായില്ല, പാൻറ്റൂൺ ഫലപ്രദമായില്ല, ടഗ് ബോട്ട് കാരണം ഫലപ്രദമായില്ല എന്ന് പറയാൻ കാരണം ഇതൊന്നും ഇവിടെ എത്തിയില്ല എന്നുള്ളതാണ്. ഇവിടെ എത്തിയില്ല, അതിനെ ഫലപ്രദമായി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സംവിധാനം ഇവിടെ എത്തിയില്ല എന്നുള്ളതാണ് നമ്മുടെ ആശങ്ക. ഇത് പറയുമ്പോൾ ഞങ്ങൾ വിത്തിൻ 24 hours എത്തിക്കാം എന്ന് പറയുമ്പോൾ ഇവർ പറയുന്നത് വീണ്ടും ടെക്നീഷ്യൻ വന്ന് നോക്കട്ടെ എന്നാണ്. അവിടെയും നിന്നു പോകുന്നു ആ പുഴയിലുള്ള സെർച്ചിങ്. കാരണം നമ്മൾ ചോദിച്ചപ്പോൾ ഇവർ പറയാൻ നമ്മൾ നിർത്തുന്നില്ല. ഞാൻ ചോദിച്ചു നിർത്തുന്നില്ല എന്ന് പറഞ്ഞാൽ പുഴയിലാണല്ലോ നമ്മുടെ പോയിന്റ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ ഏതായാലും ആ പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പോൾ പറയുന്നത് പുഴയിൽ നടക്കില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കരയിൽ നമ്മൾ വെറുതെ നിൽക്കുന്നത് കൊണ്ട് എന്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആശങ്കപ്പെടുന്നത്. അതായത് അർജുന്റെ ബന്ധുവായ മുനീർ നമ്മോടൊപ്പമുണ്ട്, ഒപ്പം കേണൽ ഡിന്നിയുണ്ട്, KV ബൈജു ഉണ്ട്. ആദ്യം ബൈജുവിലേക്ക്. ബൈജു, നമുക്ക് കാര്യങ്ങളൊരു വ്യക്തമാകാത്ത സ്ഥിതിയാണോ? തെരച്ചിലെന്ന് പറയുമ്പോഴും നേരത്തെ ഉള്ളതുപോലെ അർജുൻ ഉള്ള സ്ഥലം, അർജുൻ്റെ ലോറി അടക്കം ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് പുഴയിലാണ്. കരയുമായി ബന്ധപ്പെട്ട് തെരച്ചിൽ നടത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അവിടേക്ക് തെരച്ചിൽ പോകാതെ എന്ത് ഫലം? നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതാണ്ട് തെരച്ചിൽ അവസാനിപ്പിക്കാനുള്ള തീരുമാനമാണ്. പക്ഷേ സമ്മർദ്ദം, കേരളത്തിൻ്റെ അടക്കമുള്ള സമ്മർദ്ദം കാരണം പേരിനൊരു തിരച്ചിൽ എന്ന് മാത്രം തൽക്കാലം കരുതിയാൽ മതിയോ ഇനിയുള്ള മണിക്കൂറുകളിൽ? രഞ്ജിത്തെ, ഇതിൽ കേരളത്തിൽ നിന്നുള്ള സമ്മർദ്ദം മാത്രമല്ല കർണാടക നേരിടുന്നത്. 2 കന്നഡികർ കൂടി ആ മണ്ണിനടിയിൽ ആ പൊടിയിൽ എവിടെയോ ഉണ്ട്. ആ സമ്മർദ്ദം കൂടിയുണ്ട്. അതുകൂടി മറച്ചു വെക്കാനാണ് ഇപ്പോൾ തിരച്ചിൽ നിർത്തുന്നില്ല എന്ന രീതിയിൽ കരയിൽ തിരച്ചിൽ എന്ന ഒരു വ്യാഖ്യാനവുമായി രംഗത്തെത്തിയത്. നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം, കർണാടക ഇതിൽ നിന്നും പിന്മാറുന്നു. അതാണ് കൃത്യമായി നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ശനിയാഴ്ച തന്നെ നമുക്കത് മനസ്സിലായതാണ്. പക്ഷേ 2 ദിവസം കൂടി അത് നീട്ടിക്കിട്ടി. ഇന്ന് ഇത്തരത്തിൽ മൽപ്പയെ കൊണ്ടുവന്ന് തെരച്ചിൽ നടത്തി. അതല്ലാതെ പരിമിതികൾക്കിടയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം എന്ന് നമുക്ക് കൃത്യമായി പറയേണ്ടി വരും. കാരണം തുടക്കം മുതലേ അവിടെ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ കൃത്യമായി മനസ്സിലാക്കിയാണ് അത് പറയുന്നത്. പരിമിതികൾ കൂടിയുള്ള രക്ഷാപ്രവർത്തനം. ഏതെങ്കിലും ഒരു സംവിധാനം ഒരു ദിവസം ഒരു ആലോചന നടത്തി അത് പരീക്ഷിച്ചു നോക്കും. അത് പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ മറ്റൊരു പരീക്ഷണം, അത്തരത്തിൽ വളരെ നാൾ നീണ്ട് 13 നാൾ ഇത്തരത്തിൽ സമയം കളയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കരയിൽ തിരച്ചിൽ പൂർണ്ണമായും കരയിലെ തിരച്ചിൽ അവസാനിച്ചിരിക്കുന്നു. പിന്നീട് ഇനി എന്തിനാണ് കരയിൽ ഇത്തരത്തിലുള്ള ഒരു തിരച്ചിൽ എന്ന ചോദ്യം അവിടെ വരികയാണ്. കാരണം സൈന്യം എത്തിയതോടുകൂടി കരയിലെ തിരച്ചിൽ പൂർണ്ണമായും അവസാനിച്ചു. ഇനി പുഴയിലാണ് തിരച്ചിൽ എന്ന പ്രസ്താവനയും അവർ ഇറക്കിയുണ്ടായി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി കരയിൽ എന്താണ് തിരച്ചിൽ എന്ന് അത് കൃത്യമായി മനസ്സിലാകുന്നില്ല. ഇനി പുഴയിലാണ് ഈ അർജുൻ ഉള്ളത്. അർജുന്റെ വാഹനം പുഴയിലാണുള്ളത്. ആ വാഹനം മുകളിലേക്ക് എടുക്കേണ്ടതുണ്ട്. ശരിയാണ്, അടിയൊഴുക്ക്, ശക്തമായ അടിയൊഴുക്കാണ്, പ്രതികൂലമായ കാലാവസ്ഥയാണ്, മനുഷ്യ സാധ്യമല്ല. അതൊക്കെ കൃത്യമാണ്. MLA ആത്മാർത്ഥമായി ഈ രക്ഷാപ്രവർത്തനത്തിന് കൂടെ നിന്ന ആളാണ് കാർവാർ MLA. അതൊക്കെ ശരിയാകുമ്പോഴും എത്രത്തോളം സംവിധാനങ്ങൾ അവിടെ എത്തിക്കാൻ കഴിഞ്ഞു? കർണാടക മന്ത്രി
മന്ത്രിമാർ ഇതിൽ എത്രത്തോളം മൗനമായിരുന്നു, അവർ എന്തുകൊണ്ട് ഇതിൽ ഇടപെട്ടില്ല? ഇത്തരം നിരവധി ചോദ്യങ്ങൾ അവിടെ ഇപ്പോഴും ബാക്കിയാവുന്നു. ഏതായാലും അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം കർണാടക സർക്കാർ ഉപേക്ഷിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇനി 21 ദിവസമാണ് ഇവർ പറയുന്നത്. കാലാവസ്ഥ മാറാൻ 21 ദിവസം വേണ്ടിവരുമെന്നാണ്. അങ്ങനെയെങ്കിൽ 21 ദിവസം കാത്തിരിക്കേണ്ടി വരും. അപ്പോഴേക്കും ഈ അടിയൊഴുക്കിൽ ആ ലോറി, ആ വാഹനം അവിടെ തന്നെ ഉണ്ടാകുമെന്ന് ഒരു ഉറപ്പുമില്ല. ഒരുപാട് മരങ്ങളും അത്തരത്തിൽ ദുഷ്കരമായ ഒരു സാഹചര്യമുണ്ട്, പുഴയിൽ അടിയൊഴുക്കുണ്ട്, പ്രതികൂലമായ കാലാവസ്ഥ, ഇതെല്ലാം പറയുമ്പോഴും അത് യന്ത്ര സംവിധാനങ്ങൾ കൊണ്ടുവരാൻ കേരളം തയ്യാറാകുമ്പോഴും, അതായത് തൃശ്ശൂരിൽ നിന്ന് ഇത്തരത്തിലുള്ള യന്ത്രം 24 മണിക്കൂറിനകം എത്തിക്കാമെന്ന് ജനപ്രതിനിധികൾ പറയുമ്പോഴും അപ്പോഴും കർണാടക ഒഴിവൊഴിവറിയാണ്, ടെക്നീഷ്യൻ വന്ന് നോക്കേണ്ടി വരും. അതായത് ഇത് നീട്ടിക്കൊണ്ടുപോകുക എന്ന തരത്തിലുള്ള ഒരു നിലപാടാണുള്ളത്. എന്തായാലും കൃത്യമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അവിടെ കുറെ നാൾ ഇത്ര നാളും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരിട്ടുണ്ടായ ഒരാളെന്ന നിലയിൽ മാധ്യമപ്രവർത്തകരെ പല ഇടങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നതും കാണാമായിരുന്നു. കാരണം പരിമിതികൾക്കിടയിലുള്ള ആ രക്ഷാപ്രവർത്തനം, അത് പുറത്ത് ദൃശ്യങ്ങൾ പോകരുത്, നമ്മൾ അവിടെ എത്തുമ്പോൾ 5-10 മിനിറ്റ് നമ്മൾ അവിടെ കയറ്റി വിടുമ്പോൾ വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരു പ്രതീതി ഉണ്ടാക്കും. പിന്നീട് അത് മന്ദഗതിയിലായിരുന്നു ഇത്തരത്തിൽ നടന്നത്. കൃത്യമായി ജിതിൻ പറയും, ജിതിൻ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ആ ദുരന്ത ഭൂമിയിൽ അത്രത്തോളം സമയം ഉണ്ടായ ഒരാളാണ്. ജിതിനുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോഴൊക്കെ ജിതിൻ പറയും, മാധ്യമങ്ങൾ വരുന്ന സമയത്ത് വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം അവിടെ കാണാം. പിന്നീട് ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ 2-3 JCBകൾ ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ഇനി കരയിൽ എന്താണ് രക്ഷാപ്രവർത്തനം എന്ന കാര്യത്തിൽ കർണാടക വ്യക്തമാക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട സാഹചര്യമാണ് ശ്രീ മുനീർ. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അത് തന്നെയാണ്. കാരണം കരയിൽ ഒരു രക്ഷാപ്രവർത്തനം ഉണ്ടാകും, കരയിൽ പ്രവർത്തനങ്ങൾ തുടരും. പക്ഷേ നമ്മൾ കണ്ടതാണ്, അസാധ്യമാണ് ഈ കടലിൽ, ഈ പുഴയിൽ ഇറങ്ങിയുള്ള സംവിധാനം. അത് പക്ഷേ അത് സംഭവിക്കണമെങ്കിൽ തന്നെ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും. ഇനി എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? കാര്യക്ഷമമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണോ? അല്ല, ഇത് തീർച്ചയായിട്ടും അത് കാര്യക്ഷമമായിട്ട് പോകുന്നില്ല. കാരണം ഈ ഈശ്വർ മൽപ്പ എന്ന് പറഞ്ഞ ആള് ഇത്ര 3 ദിവസമായിട്ട് മുങ്ങിയിട്ട് അവർ തന്നെ പറയുന്നൊരു ഇത് നമ്മൾ മീഡിയയൊക്കെ ഇവിടെ കേൾക്കുന്നില്ലേ? അവർ മുങ്ങിയിട്ട് ഈ മരങ്ങളും മറ്റുള്ള ഷീറ്റും അതും ഇതൊക്കെയാണ് അവിടെ ഉള്ളത്. അതിൻ്റെ മുകളിൽ മണ്ണ് അടിഞ്ഞ് നിൽക്കുകയാണെന്നാണ്. പിന്നെ പുഴയിലാണെന്നുള്ള ഉറപ്പ് എല്ലാവരും വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. കാരണം ഈ വണ്ടിയിൽ ഉണ്ടായിരുന്ന മരങ്ങൾ ഒലിച്ചു പോയിട്ടുണ്ട്, അത് കിട്ടിയിട്ടുണ്ട്. അന്നപ്പോൾ തീർച്ചയായിട്ടും അത് പുഴയിൽ തന്നെ അല്ലേ. പിന്നെ ഈ കരയിൽ ഇനി അന്വേഷിക്കാൻ ഈ പ്രവർത്തനം നടത്തേണ്ട ഒരു കാര്യവും ഇല്ലയെന്ന്. കാരണം ഇവർ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് തന്നെ പൂർണ്ണമായിട്ടും കരയിൽ എല്ലാം നോക്കി കഴിഞ്ഞാൽ പിന്നെ അത് പുഴയിൽ തന്നെ അല്ലേ അതിൻ്റെ ഒരു ഇത്. കാരണം അത് നോക്കേണ്ടത് പുഴയിൽ തന്നെയാണ്. അന്നപ്പോൾ ഇതിനെന്തുകൊണ്ട് ഈ പുഴയുടെ നടുക്കുള്ള മണ്ണ് മാന്താനുള്ള ഒരു സജ്ജീകരണങ്ങൾ ആരെയോ ബോധിപ്പിക്കാൻ ചെയ്യുന്ന മാതിരി തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു ഇതൊക്കെ വന്നിരുന്നു, എല്ലാ പ്രവർത്തനവും വന്നിരുന്നു. പിന്നെ അവർ മന്ദഗതിയിലാക്കുകയാണ്. കാരണം ഒരാളെ ഇത് ഇവിടെ നിന്നിട്ട് ഒരു ചാനലിലും കാണുന്നില്ല. കാരണം ഈ ലോകം മൊത്തം കാണുന്നത് മീഡിയക്കാർ വഴിയാണ്. അന്നപ്പോൾ അതിൻ്റെതായ ഒരു രീതി ഇവരെ അടുപ്പിക്കുന്നില്ല, മീഡിയക്കാരെ അടുപ്പിക്കുന്നില്ല. പിന്നെ ഈ ഇത്രയും ദിവസം അവിടെ നിന്ന് ജിതിനെയും അവരുടെ സഹോദരനെ അടുപ്പിക്കുന്നില്ല. എന്താണ് ഇതൊക്കെ? നമ്മൾ നോക്കുക എന്നല്ലാതെ നമ്മളിവിടുന്ന് പ്രതീക്ഷ, രാവിലെ എണീക്കുമ്പോൾ പറയും പ്രതീക്ഷിക്കാം എന്നൊരു പ്രതീക്ഷ ഉണ്ടാവും. അത് ഉച്ചയാകുമ്പോഴത്തേക്ക് അവർ നിർത്തിപ്പോവുക. ഇന്ന് നടന്ന അതേ സംഭവം തന്നെയല്ലേ ഇത്രയും കാലം നടക്കുന്നത്. 13 ദിവസമായില്ലേ. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു അന്ത്യം കാണണ്ടേ? അത് നോക്കാനുള്ള അതിനുള്ള ഉപകരണങ്ങൾ എന്താണോ വിചാരിച്ചാൽ അത് കൊണ്ടുവരണോ, എവിടെയാണോ? ഇപ്പം മൂപ്പര് ഇത് പറഞ്ഞ മാതിരി കേരളത്തിൽ നിന്ന് അതിനുള്ള മിഷണറീസ് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് എവിടെ നിന്നോ. എന്നാൽ അങ്ങനെ നോക്കുക അവരത്. കാരണം ഇത് ഒരു അലംഭാവ മട്ടായിട്ടാണ് കാണുന്നത്. കാരണം ഒന്നിനൊരു ഇത് ഇവർക്ക് കണ്ടുപിടിക്കരുത് എന്നുള്ളൊരു എന്തോ ഒരു വ്യക്തത കുറവ് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട് പൊതുവേ. തിരിച്ചു വരാം ശ്രീ മുനീർ. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. കേരളം ഡെന്നി, ഇവിടെ ഈ 2 ദിവസം ലോക്കലി ഉള്ള മത്സ്യത്തൊഴിലാളികൾ അവർ ഈ ഇറങ്ങി പരിശോധിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ കണ്ടത് പുഴയിൽ 0 വിസിബിലിറ്റി ആണ് എന്നുള്ളത്. തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ AK അഷ്റഫ് MLA വിനേഷ് കുമാറിനൊപ്പമുണ്ട്. വളരെ പെട്ടെന്ന് അതിലേക്ക് പോകാം. രാജഗോപാൽ, ശരി വിനേഷ് തുടരാം.
എം രാജഗോപാൽ MLA ആണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. എന്തായാലും നമുക്ക് യോഗത്തിലെ തീരുമാനങ്ങൾ സംബന്ധിച്ച് അദ്ദേഹം നമ്മോട് സംസാരിക്കും. നദിയിലെ രക്ഷാപ്രവർത്തനം, രക്ഷാദൗത്യം തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും അദ്ദേഹം അത് സംബന്ധിച്ചുള്ള ഇന്ന് യോഗത്തിലെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ്, അതിൽ കേരളത്തിൻ്റെ നിലപാട് എന്താണ്, കർണാടകം ഇനി ഏതറ്റം വരെ മുന്നോട്ട് പോകും, ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം നമ്മോട് സംസാരിക്കും. എങ്ങനെയാണ് അപ്പോൾ തീരുമാനം? കേരളം പൂർണ്ണമായി അംഗീകരിച്ചോ? ഇല്ല, കേരളത്തിൻ്റെ നിലവിലുള്ള നിലപാട് തുടരണം എന്നുള്ളത് തന്നെയാണ്. തെരച്ചിൽ തുടരണം. നമുക്ക് അർജുൻ്റെ മാത്രമല്ല 3 പേരുണ്ട്. ലോകേഷും ഇവിടുത്തെ ജഗന്നാഥനും കൂടിയുണ്ട്. 3 പേരുടെ കാര്യത്തിൽ ഉണ്ടാക്കണം. രാവിലെ മിനിസ്റ്ററുടെ സാന്നിധ്യത്തിലാണ് നമ്മളൊരു യോഗം ഇവിടെ ചേർന്നത്, കേരള മിനിസ്റ്ററുടെ. അപ്പോൾ ആ ഘട്ടത്തിൽ നമ്മളെടുത്തിട്ടുള്ള ഒരു ധാരണ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തി തെരച്ചിൽ തുടരണം എന്നുള്ളതായിരുന്നു. പക്ഷേ വൈകുന്നേരം 3 മണിയായപ്പോഴേക്കും പൊടുന്നനെ ഇത് താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഒരു ധാരണയും തീരുമാനമാണ് ഇവിടുത്തെ അധികൃതരിൽ നിന്ന് ഉണ്ടായത്. അതൊരു ഡീറ്റെയിൽ ഡിസ്കഷന് വരെ വിധേയമാക്കിയില്ല എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ. പക്ഷേ ആ സമയം തന്നെ നമ്മൾ കേരളത്തിൻ്റെ നിലപാട് ആവർത്തിച്ചു. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഉടൻ തന്നെ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. മുഖ്യമന്ത്രി ഇവിടുത്തെ കർണാടക മുഖ്യമന്ത്രിയായിട്ട് ഇവിടെ ഉടനെ കത്തയച്ചു, ചില ബന്ധപ്പെടലുകൾ നടത്തി, മിനിസ്റ്റേഴ്സിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ കൃത്യമായി രാവിലെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കാര്യം വീണ്ടും ആവർത്തിച്ചു. കാരണം തെരച്ചിൽ തുടരണം എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം വീണ്ടും ഇവിടെ മിനിസ്റ്റർ എത്തി, ഇവിടുത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി എത്തിയതിനു ശേഷം നമുക്കൊന്ന് ഇരിക്കാം എന്നുള്ളൊരു ധാരണ എത്തി. അവിടെ ഒരു മീറ്റിംഗ് ചേർന്നു. മീറ്റിങ്ങിൽ നമ്മൾ വളരെ ശക്തമായ ആവശ്യം ഉന്നയിച്ചു. അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ, ഒന്ന് അടിയൊഴുക്കുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ നിലയിൽ തെരച്ചിൽ പ്രവർത്തനം വേണ്ടത്ര പ്രായോഗികമല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അത് പുതിയ ആധുനിക സാങ്കേതിക വിദ്യ ഇത്രയധികം വികസിച്ച ഈ വർത്തമാനകാലത്ത് പുതിയ സങ്കേതങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തി വളരെ ശ്രദ്ധേയമായിട്ട് രീതിയിൽ ഇടപെടൽ നടത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. അതിനെക്കുറിച്ച് അത് സംബന്ധിച്ചുള്ള പല നിർദ്ദേശങ്ങളും ചില അഭിപ്രായങ്ങളും തീരുമാനങ്ങളെല്ലാം റിയാസ് മിനിസ്റ്റർ ഉൾപ്പെടെ ഇവിടെ പങ്കെടുത്തുകൊണ്ട് നടത്തിയുള്ള യോഗത്തിൽ തീരുമാനമെടുത്തതായിരുന്നു. പക്ഷെ അത് വേണ്ടത്ര നമുക്ക് ഇവിടെ നടപ്പിലായില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ മറ്റൊരു കാര്യം. ഇപ്പോൾ വീണ്ടും കാര്യം. ഏതായാലും കേരളത്തിലെ MLA-മാർക്ക് എതിർപ്പുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. യോഗത്തിൽ പങ്കെടുത്തവർ വളരെ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നില്ല എന്ന പരാതിയുണ്ട്. ശ്രീ ഡിന്നി, ഇവിടെ പ്രശ്നം ഈ ആധുനികമായ ഒരുപാട് സംവിധാനങ്ങൾ വേറെ ഉണ്ടായിരുന്നു, അത് ഫലപ്രദമായി ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. അതിൽ എത്രത്തോളം കഴമ്പുണ്ട് ആ ആരോപണത്തിൽ? ഈ വലിയ പ്രതിസന്ധിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താനാകുന്ന മറ്റു സംവിധാനങ്ങൾ നിരവധി ഉണ്ട് എന്ന് കരുതണോ? ശ്രീ രഞ്ജിത്ത്, നമ്മളിതിനെ മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ ഒരു ഇപ്പൊ ഇന്നത്തെ ഒരു ഡിസിഷൻ കൊണ്ട് മാത്രം നമുക്ക് അതിനെ അസസ് ചെയ്യാൻ നമ്മൾ പറ്റും. ആദ്യത്തെ 2 ദിവസം അവിടെ വേണ്ട രീതിയിലുള്ള സിസ്റ്റം ചലിച്ചില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഒരു പരിധി വരെ ഇന്ന് നമ്മൾ ഈ അന്വേഷണം ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതേ ആ 2 ദിവസത്തെ 48 hours ഇനിഷ്യലി അവർക്ക് ആ രീതിയിലുള്ള പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇതിനു മുൻപ് നമുക്കൊരു എന്തെങ്കിലും ഒരു അറിവ് അല്ലെങ്കിൽ നമുക്കൊരു ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇത് നടക്കാത്തത് ഒരു വാസ്തവമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കണ്ടത് അവിടുത്തെ ഗവൺമെന്റും അവിടുത്തെ ബാക്കി SDRF-ഉം NDRF-ഉം സൈന്യവും നേവിയും എല്ലാവരും ചേർന്നിട്ട്, ഇൻക്ലൂഡിങ് അവിടുത്തെ കാർവാർ MLA, അവരെല്ലാം ചേർന്നിട്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ നിന്നിട്ട് പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. അതിന് തന്നെ അവർ ലേറ്റസ്റ്റ് ടെക്നോളജി കൊണ്ടുവന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അവരൊരു ഫൈനാലിറ്റി പറഞ്ഞു. അതായത് ട്രക്ക് പുഴയിലാണ് എന്നുള്ള ഏകദേശം ഇപ്പോൾ നമുക്ക് അറിയാം അത് ട്രക്ക് പുഴയിലാണെന്നുള്ളത്. പക്ഷെ എന്നിട്ടും അർജുന്റെ കുറിച്ചുള്ള ഒരു വിവരം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്ക് താഴെ ആ പുഴയുടെ താഴെ ഉണ്ട്. പക്ഷെ ആ ട്രക്കിന്റെ എത്തണമെങ്കിൽ ഫിസിക്കലായിട്ട് ഒരു മനുഷ്യൻ പോയാൽ മാത്രമേ ആ ട്രക്ക് എവിടാണെന്നും ആ ട്രക്കിന്റെ ക്യാബിൻ എവിടാണെന്നും ആ ട്രക്കിന്റെ ക്യാബിനിലുള്ള അർജുൻ ഉണ്ടോ ഇല്ല എന്നുള്ള ഒരു അറിവ് നമുക്ക് കിട്ടത്തുള്ളൂ. അവിടാണ് നമുക്കിപ്പോ പ്രകൃതിയായിട്ട് നമ്മൾ ഒരു യുദ്ധം ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് നിൽക്കുന്നത്. കാരണം അത്രമാത്രം ഒഴുക്കുണ്ട് അവിടെ. ആ ഒഴുക്കും പിന്നെ അങ്ങ് തന്നെ പറഞ്ഞ പോലെ വിസിബിലിറ്റി 0 ആണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഇനി ഏത് എക്യുപ്മെന്റ് കൊണ്ടുവന്നാലും എന്താണ് ചെയ്യാൻ പോകുന്നത്? മണ്ണ് മാറ്റുന്നതായിരിക്കും ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഈ ട്രക്കിന്റെ താഴെ, ട്രക്കിന്റെ മുകളിൽ മണ്ണും കല്ലും മരങ്ങളും മറ്റു കുറെ കാര്യങ്ങൾ കിടപ്പുണ്ട്. അപ്പൊ ട്രക്ക് എവിടാണെന്ന് കൃത്യമായിട്ട് കണ്ടെത്തിയാൽ മാത്രമേ ഈ എക്യുപ്മെന്റ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. ആ ട്രക്ക് എവിടാണെന്ന് കണ്ടെത്തണമെങ്കിൽ മനുഷ്യൻ താഴെ പോയേ സാധിക്കൂ. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് മനുഷ്യന് താഴെ പോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്.
അത് നേവി നേരത്തെ പറഞ്ഞു, നമ്മളെ മുൻപിൽ 2 ദിവസം ഈശ്വർ മല്ലപ്പ എന്നുള്ള വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ സ്വന്തം ജീവൻ പോലും സ്വന്തമായിട്ടുള്ള റിസ്കിൽ തന്നെ അദ്ദേഹം പോയി. പക്ഷെ അദ്ദേഹത്തിന് പോലും താഴെ എത്താനോ ഈ ട്രക്ക് എവിടാണെന്നോ ഉള്ളതിനെ കുറിച്ചുള്ള ഒരു വിവരം, ഒരു കാര്യവും അദ്ദേഹത്തിന് പറയാൻ സാധിച്ചില്ല. അപ്പൊ ഈ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണമെന്നാണ് എന്റെ ഒരു പുറത്ത് നിൽക്കുമ്പോൾ ചെയ്യുന്നത്. അതായത് ഇനിയിപ്പോ അപ്പൊ ചോദിക്കുന്നത് നമ്മൾ ഇനി നെക്സ്റ്റ് എന്ത്, അങ്ങയുടെ തന്നെ ആദ്യത്തെ ചോദ്യമായിരുന്നു നെക്സ്റ്റ് എന്ത് എന്നുള്ളതിനകത്ത് എനിക്ക് തോന്നുന്നു ഡെഫിനറ്റ്ലി നമ്മൾ മറ്റുള്ള എക്യുപ്മെന്റ് കൊണ്ടുവരണം. പക്ഷെ അത് ഈ ഡൈവേഴ്സിനെ റിസ്ക് എടുത്തിട്ട് താഴെ കൊണ്ടുപോകുന്നതിനകത്തല്ല, ബാക്കിയുള്ള എക്യുപ്മെന്റ് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും കുറച്ച് ദിവസം കഴിയുമ്പം ഈ പുഴയുടെ ആ ഒരു ഒഴുക്ക് കുറയും. എനിക്കൊന്ന് ഇപ്പൊ 21 ദിവസമാണ് അവർ പറയുന്നത് അതിന്റെ ഈ കാലാവസ്ഥ ഇങ്ങനെ തന്നെ നിൽക്കും എന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും അതല്ലാതെ നമുക്ക് വേറെ യാതൊരു നിവൃത്തിയില്ല. അപ്പൊ ഇൻ ദ മീൻ ടൈം ഒരു പോസിബിലിറ്റി എനിക്ക് തോന്നുന്നു അവിടുത്തെ ടീം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്ക് മാത്രമേ പുഴയിലുള്ളൂ അകത്തുള്ളൂ എന്നുള്ള ഒരു ഫൈനാലിറ്റി ഏകദേശം ഒരു എന്താ പറഞ്ഞ നമുക്കൊരു കൺഫർമേഷൻ ഉള്ളൂ. അർജുൻ എവിടെയാണെന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അപ്പൊ അതാണ് പ്രശ്നം. അർജുൻ എവിടെ എന്ന ചോദ്യമാണല്ലോ. അർജുന് വേണ്ടിയാണ് നമ്മൾ ഈ ദിവസം മുഴുവൻ കാത്തിരിക്കുന്നത്. ഈ ട്രക്കിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്ന കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. അതിനും ഇതുപോലെ ഇത്ര സമയം എടുക്കുകയാണ്. അതെ, അപ്പൊ ആ സമയം കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ആ കാരണം എനിക്ക് ഓർമ്മയുണ്ട് 3 ദിവസം മുമ്പും കാർവാർ MLA ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് അഥവാ അർജുൻ പുറത്തായിരുന്നു ഈ സംഭവത്തിന്, അവിടുത്തെ ആ ചായക്കടയിലുള്ള ബാക്കിയുള്ള 7 പേര്, ടോട്ടൽ 8 പേരാണ് അവിടെ മിസ്സിംഗ് ആയത്. അവർക്ക് കുറെ അതിനകത്ത് മരിക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ അതിനകത്ത് ആ ഏരിയയിൽ എവിടെയെങ്കിലും അർജുൻ ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു കൺഫർമേഷൻ ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ല. അപ്പം എന്തായാലും ഇപ്പം ഈ പുഴയുടെ താഴേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതായത് മനുഷ്യനായിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് കരഭാഗത്ത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു ആ ഒരു സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇൻ ദ മീൻ ടൈം ഈ സമയം കൊണ്ട്, അതായത് ഒരു എന്തെങ്കിലും ഈ പുഴയുടെ ഒരു കുറയുമല്ലോ, ആ കുറഞ്ഞ സമയത്ത് ഒരു ഡ്രൈവർ താഴെ പോയി കഴിഞ്ഞാൽ, അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് ഏത് എക്യുപ്മെന്റ് വെച്ച് 100% ഈ ട്രക്കിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റും, ആ എക്യുപ്മെന്റിന് വേണ്ടിയുള്ള ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ അതിനു വേണ്ടി എവിടുന്ന് കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇതെല്ലാം പറഞ്ഞാൽ തന്നെ എനിക്ക് ഒരു കാര്യം കൂടെ ശ്രീ രഞ്ജിത്ത് പറയാനുള്ളത്, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, അതായത് ഏറ്റവും അവസാനം അവരാണ് ആ ഡിസിഷൻ എടുക്കുന്നുള്ളത്. ആ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആ DC ആൻഡ് അവരുടെ ഒരു എക്സ്പെർട്ട് ടീം, ആ ടീം എടുക്കുന്ന ഡിസിഷനെ നമ്മളെല്ലാം മാനിക്കണം. കാരണം എനിക്ക് തോന്നുന്നില്ല അവരാരും എന്തെങ്കിലും ഒളിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും താല്പര്യമോ, അവരെല്ലാരും മനുഷ്യരാണ്, അവരെല്ലാരും നല്ല മനസ്സുള്ളവരാണ്, ആരെയും ഒന്നും മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്യാം. അവരുടെ 2 ആളുകൾ, നമ്മളെ ഒരാള്, 3 ഭാരതീയരാണ് അവിടെ കാണാതായിരിക്കുന്നത്. അവരെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നത് ശ്രീ ഈശ്വർ മൽപ്പയെ പോലുള്ള ആളുകളും അവരെല്ലാം വരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു അവരുടെ ആ ഡിസിഷനെ നമ്മൾ മാനിക്കണം. അവർ പറയുകയാണ് ഇപ്പൊ റിസ്ക് ആണ്, പോകാൻ പറ്റത്തില്ലെങ്കിൽ അതാണ് ഫൈനൽ ഡിസിഷൻ, നമുക്കത് മാനിച്ചേ പറ്റൂ. ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ഡെഫിനറ്റ്ലി അത് 2 ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് നിന്ന് ചർച്ച ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന എക്യുപ്മെന്റ്സ് എല്ലാം കൊണ്ടുവരണം തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. തിരിച്ചു വരാം. ശ്രീ ഇന്ദ്രബാലൻ, മേജർ ജനറൽ ശ്രീ M. ഇന്ദ്രബാലൻ നമ്പ്യാർ, അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ഇന്ദ്രബാലൻ സാർ, ഇവിടെ ഇപ്പോൾ എന്തായാലും ദൗത്യം തുടരും എന്നുള്ള കാര്യം ഈ മീറ്റിങ്ങിന് ശേഷം നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. പക്ഷെ അപ്പോഴും എന്താണ് വാട്ട് നെക്സ്റ്റ് എന്നുള്ള ചോദ്യമുണ്ടല്ലോ. എങ്ങനെ തുടരും, ഹൗ ടു കണ്ടിന്യൂ, എങ്ങനെ തുടരും എന്നുള്ള കാര്യങ്ങൾ വളരെ പ്രധാനം ആണല്ലോ. അതിൻ്റെ മറുപടി എന്താണ് സർ? ഇത് ഓഫ് കോഴ്സ് നമുക്ക് എങ്ങനെയാ മുന്നോട്ട് പോകേണ്ടത് അതാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ തൽക്കാലം അവിടെ മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവിടുത്തെ മഴയും അവിടുത്തെ കണ്ടീഷൻ നോക്കുമ്പോൾ വാട്ട് എവർ യു ട്രൈ വിൽ ബി വെരി വെരി ചാലഞ്ചിങ്. അപ്പോൾ നമുക്ക് വി ഹാവ് ടു ഫസ്റ്റ് ടേക്ക് എൻ അസസ്മെന്റ് ഓഫ് വെദർ, വാട്ട് ഈസ് ദി വെദർ കണ്ടീഷൻ, അടുത്ത 4-5 ദിവസം വെദർ എങ്ങനെയായിരിക്കും, എങ്ങനെ വെദർ പ്രഡിക്ഷൻ അതൊന്ന് നോക്കണം. പിന്നെ അതിന്റെ കൂടെ ഏതൊക്കെ നമ്മുടെ കയ്യിൽ വിധികളുണ്ട്, വാട്ട് എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് വി ഹാവ്, വാട്ട് കൈൻഡ് ഓഫ് ബാജസ് വി ഹാവ്, റൊട്ടേഷൻ ടെക്നോളജി വി ഹാവ്, അതൊക്കെ നോക്കിയിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഞാനിന്ന് ഉച്ചയ്ക്ക് കുറച്ച് ട്വീറ്റ് ചെയ്തിരുന്നു, ദർ ആർ 2 സൊല്യൂഷൻസ് പോസിബിൾ. പക്ഷെ പോസിബിൾ പറഞ്ഞാൽ ഈ പോസിബിലിറ്റി ഐ എം സെയിങ് ഓൺലി ഫ്രം ദി പോയിന്റ് അവിടെ എത്തിക്കഴിഞ്ഞാൽ സൊല്യൂഷൻ ഉണ്ട്, ആ രണ്ടും ക്യാൻ പ്രൊവൈഡ് ദ സൊല്യൂഷൻ. പക്ഷെ അവിടെ എങ്ങനെ എത്തിക്കും, ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ബിഗ് ചാലഞ്ച്. സോ ഒരു സൊല്യൂഷൻ ഞാൻ കൊടുത്തിരിക്കുന്നത് ഇറ്റ് ഈസ് അബൌട്ട് യൂസിങ് എ തിങ് കോൾഡ് ആസ് ജംഗാർ പെരി.
അത് നമ്മുടെ കൊച്ചിയിൽ തന്നെ ഉണ്ട്. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ. ഇറ്റ്സ് ട്രാൻസ്പോർട്ടിങ് ഒരു മോർ ദാൻ 30-40 ട്രക്സോ ഒരു 40-50 കാർസ് കുറെ ജനങ്ങൾ ഇറ്റ് കൻ ടേക്ക് മോർ ദാൻ 50 tons 70 tons ലോഡ് ഈസ് വാട്ട് മൈ അണ്ടർസ്റ്റാൻഡിങ്. ഈ ജങ്കാർ ഫെറിക്ക് ഒരു ലോ ബോട്ടം ആണ്. ഇപ്പോൾ ഡ്രാഫ്റ്റിന്റെ ആവശ്യമില്ല. ഇറ്റ് കൻ ഫ്ലോട്ട് ഇൻ എനി റിവർ. ആ റിവറിന്റെ ഡ്രാഫ്റ്റ് റിവറിന്റെ പ്രൊഫൈലിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനെ നന്നായിട്ട് സീ റൂട്ടിൽ വന്നിട്ട് റിവർ മൗത്ത് കയറിയിട്ട് അകത്ത് വരാൻ പറ്റും. അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ മേലെ യു പുട്ട് 2 cranes ഓർ 2 long arm cranes അതിൽ വെച്ചാൽ ഈ 2 ക്രെയിന് മണ്ണിനെ മാറ്റിയിട്ട് അതിനെ ട്രക്കിനെ പിടിച്ച് പുറത്തെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് വൺ സൊല്യൂഷൻ. ബട്ട് അത് അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഈ സൊല്യൂഷൻ ഞാൻ പറയുന്നത്. പക്ഷെ അവിടെ എത്തിക്കാൻ വാട്ട് ദി ചാലഞ്ച്, സീൽ വരുന്ന ഒരു ചാലഞ്ച് ഇല്ല, മൗത്ത് വരെ വരുന്ന ചാലഞ്ച് ഇല്ല. ചാലഞ്ച് വി ആർ സീയിങ് ഇത് അവിടെ 2 ബ്രിഡ്ജസ് ഉണ്ട് എൻ റൂട്ട് ഫ്രം സീ മൗത്ത് അപ് ടു ദിസ് പോയിന്റ് ഓഫ് ലാൻഡ് സ്ലൈഡ്. ഈ 2 ബ്രിഡ്ജിന് ഡ്രാഫ്റ്റ് ഉണ്ടോ ഈസ് എ ക്വസ്റ്റ്യൻ വിച്ച് ഐ ഡോണ്ട് ഹാവ് ആൻ ആൻസർ റൈറ്റ് നൗ. ഐ ആം ട്രൈങ് ടു ഫൈൻഡ് ഔട്ട്. 7 മീറ്റർ ഉണ്ടെന്ന് ഒരു സ്ഥലത്ത് പറയുന്ന, ഒരു സ്ഥലത്ത് 5 മീറ്റർ ഉണ്ടെന്ന് പറയുന്നത്. അത് മാറിക്കൊണ്ടിരിക്കും വിത്ത് വാട്ടർ ലെവൽ. ഇപ്പോൾ വാട്ടർ ലെവൽ കുറഞ്ഞാൽ ഇറ്റ് ബി ഈസി ഫോർ യു ടു കം. വാട്ടർ ലെവൽ ഇപ്പോൾ പോലെ വാട്ടർ നിൽക്കുകയാണെങ്കിൽ കൂടി കഴിഞ്ഞാൽ വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ജാങ്കർ ഫെറിയുടെ എന്താണ് ഡ്രാഫ്റ്റ് അതിൽ ക്ലിയറൻസ് റിക്വയർഡ് അബവ് വാട്ടർ ലെവൽ. ഐ ആം യെറ്റ് ട്രൈങ് ടു ഫൈൻഡ് ഔട്ട്. എനിക്ക് ആൻസർ കിട്ടിയിട്ടില്ല. സോ അങ്ങനെ നോക്കുമ്പോൾ ദാറ്റ് ഈസ് വൺ സൊല്യൂഷൻ. അതിനെ എങ്ങനെ എത്തിക്കാൻ പറ്റും ബിലോ ദ ബ്രിഡ്ജ്, ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എൻ ഇന്നോവേറ്റീവ് സൊല്യൂഷൻ. അതിനും സൊല്യൂഷൻസ് ഉണ്ട്. അത് നമ്മൾ ഇരുന്നിട്ട് ശരിക്ക് ഡെലിവറി ചെയ്താൽ പറ്റും. പിന്നെ അതിനെക്കാട്ടും നല്ല സൊല്യൂഷൻ ആണ് ദാറ്റ് ഇസ് ദി സെക്കൻഡ് തിങ് വിച്ച് ഇസ് കോൾഡ് ആസ് എക്സ്കവേറ്റഡ് ഡ്രെജർ. ഇത് ബേസിക്കലി യൂസ് ചെയ്ത് നമ്മൾ സീ ബെഡിലും റിവർ ബെഡിലും എക്സ്കവേഷൻ ഡ്രെഡ്ജിങ് ചെയ്യാനായിട്ട് മണ്ണെടുത്തിട്ട് മാറ്റാനായിട്ട്. സോ ഇറ്റ് ഗോട്ട് ഹെവി റെസ്പോൺസിബിലിറ്റി. ഇതിന് റിക്കവറിക്കും ഉപയോഗിക്കും. ഷിപ്പൊക്കെ താഴെ പോയിട്ട് സബ്മർജ് ആയി കഴിഞ്ഞാൽ അതിനെ റിക്കവർ ചെയ്യാനും ഇതിനെ ചിലപ്പോൾ ഉപയോഗിക്കും. ഇതിനെ തന്നെ താൻ ഫ്ലൂട്ട് ചെയ്യാനും തന്നെ താൻ ഓൾറെഡി ഫിറ്റഡ് ലോങ് ആം ഡ്രെഡ്ജിങ് ആം ഉണ്ട് ഇതിന്, വിച്ച് ക്യാൻ ഗോ 20 meters 30 meters വെള്ളത്തിൽ കയറാൻ പറ്റും. അതിനെ കൊണ്ടുവന്നാൽ അഗെയിൻ സെയിം പ്രോബ്ലം യു ഫേസ്. ഈ ബ്രിഡ്ജ് എങ്ങനെ ക്രോസ് ചെയ്യും? പക്ഷെ ഇതിന് സെക്കൻഡ് ചലഞ്ച് ഇല്ല. ഇതിന്റെ മേലെ JCB എങ്ങനെ ലോഡ് ചെയ്യും, അതെങ്ങനെ ബാലൻസ് ചെയ്യും, അതിന് സ്റ്റെബിലിറ്റി കിട്ടും, അതൊന്നുമില്ല. ദിസ് ഇസ് ഡിസൈൻഡ് ഫോർ ബിഗ് ടൈം സ്റ്റെബിലിറ്റി. അപ്പോൾ ഓൾറെഡി ലോഡഡ് ആണ്. ഈ ബ്രിഡ്ജിന്റെ താഴെ കൂടെ അതിനെ കൊണ്ടുവന്നാൽ ഈവൻ ഇഫ് യു റിമൂവ് ദി ആംസ് ആൻഡ് ബ്രിങ് ഇറ്റ് ബിലോ ദ ബ്രിഡ്ജ്, യു ബ്രിങ് ഇറ്റ് ടിൽ ഹിയർ, അത് കഴിഞ്ഞാൽ പിന്നെ നോ ഇഷ്യൂ. അത് 4 പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. വിതിൻ 1 day ഐ തിങ്ക് വി കൻ ഫിനിഷ് ദി ഓപ്പറേഷൻസ്. ഇതാണ് ഉള്ള സൊല്യൂഷൻ. അപ്പോ നമ്മൾ ചോദിക്കുന്നത് വെൻ ഷുഡ് ബി സ്റ്റാർട്ട് വിത്ത് ബിഗ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ മാർക്കാണ് ഒരു ഇപ്പോ DCയുടെ മൈൻഡും അവിടുത്തെ അഡ്മിനിസ്ട്രേഷന്റെ മൈൻഡും. കാരണം അവരാണ് അതിനെ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അതിന് ഐ വിൽ നോട്ട് കമന്റ് റൈറ്റ് നോ ബിക്കോസ് ദാറ്റ് ഈസ് ദെയർ പ്രൊറഗേറ്റീവ് ടു കമന്റ്. എനിക്കൊരു സൊല്യൂഷൻ ഓഫർ ചെയ്യാനേ പറ്റുള്ളൂ. അതാണ് ഈ നാളെ മുതൽ തിരച്ചിൽ ഉണ്ടാകും. ഇന്നിപ്പോൾ നമ്മൾ ഉന്നതതല യോഗത്തിലൊക്കെ വിചാരിച്ചത് തിരച്ചിൽ അവസാനിപ്പിക്കുമെന്നാണ്. പക്ഷേ ശക്തമായ സമ്മർദ്ദം കേരളത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. കർണാടക മുഖ്യമന്ത്രി കത്തയക്കുന്നു. ഒപ്പം അത് മാത്രമല്ല കർണാടകക്കാരെ 2 പേർ കൂടി അവരെ കൂടി കണ്ടെത്താനുണ്ട്. അങ്ങനെ സമ്മർദ്ദത്തിൻ്റെ പുറത്ത് തിരച്ചിൽ തുടരാൻ തീരുമാനിച്ചുവെങ്കിലും നാളെ മുതൽ ഈ 13 ദിവസത്തിനകത്തുണ്ടായിരുന്ന പോലെയുള്ള ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു തിരച്ചിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യവും ഡൗട്ട്ഫുൾ ആണല്ലോ സർ. എനിക്ക് അതിനെ പറ്റി ഐ ഡോണ്ട് വാണ്ട് ടു കമന്റ് ഓൺ ദാറ്റ്. അത് വി ഹാവ് ഡിഫറെന്റ് പീപ്പിൾ ഫ്രം ഡിഫറെന്റ് പ്രൊഫഷണൽ ആൻഡ് ആസ്പിറേഷൻസ്. ഇപ്പോൾ എല്ലാവർക്കും ഓരോ ആസ്പിറേഷൻസ് ഉണ്ടാവും. സോ ഐ എം നോട്ട് ഗോയിങ് ടു കമന്റ് ഓൺ ദാറ്റ്. ഇഫ് യു ആർ ഫൈൻഡിങ് എ സൊല്യൂഷൻ, എന്താ അതിന്റെ സൊല്യൂഷൻ ആൻഡ് ആ സൊല്യൂഷൻ ചെയ്യാൻ പറ്റുമല്ലോ, ഇഫ് ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഐ വിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ടു ആൻസർ. അതെ, ആ സൊല്യൂഷനിലേക്കാണല്ലോ സാർ നമുക്ക് ഇനിയും വേണ്ടത്. ഈ പറഞ്ഞതുപോലെ സൊല്യൂഷൻ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. താങ്കൾ പറഞ്ഞ 2 ഈ കാര്യങ്ങളും പ്രസക്തമാണ്. പക്ഷെ അത് നടപ്പിലാക്കുന്നതിനുള്ള പ്രാക്ടിക്കലായിട്ടുള്ള പലവിധ തടസ്സങ്ങളുണ്ട്. അത് സർക്കാരുകൾ തമ്മിൽ തീർക്കേണ്ടതാണ്. എത്രയും പെട്ടെന്ന് ആർജവത്തോടെ ചെയ്യേണ്ടതാണ്. ഇന്ന് പറയുന്നത് കുറച്ചുകൂടി മോഡേൺ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് ചെയ്യേണ്ടതായിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്ന പശ്ചാത്തലമുണ്ട്. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രാക്ടിക്കാലിറ്റിയിലേക്ക് എങ്ങനെ പോകുമെന്നുള്ളതാണ് പ്രശ്നം. കറക്റ്റ്. ഇതുവരെ നമ്മൾ നോക്കിയത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ വാസ് ട്രൈങ് ടു ഫൈൻഡ് സൊല്യൂഷൻ. അവർക്ക് പറ്റുന്ന സൊല്യൂഷൻ അവിടെ നോക്കുമായിരുന്നു. അവിടെ നമ്മുടെ സതീഷ് കൃഷ്ണ ആയാലും MLA സതീഷ് കൃഷ്ണ സാറും പിന്നെ നമ്മുടെ അവിടുത്തെ DC ആയാലും ദേ ആർ ഓൾ ട്രൈങ് ടു ഫൈൻഡ് പെട്ടെന്ന് നമുക്ക് എങ്ങനെ സൊല്യൂഷൻ കിട്ടാൻ പറ്റും. ബിക്കോസ് സോ ഫാർ വി ആർ ഹോപ്പിംഗ് ദാറ്റ് നമുക്ക് അർജുനനെ ജീവിതമായി കിട്ടാൻ പറ്റുന്നത്. ആ എഫേർട്ട് ഡെഫിനറ്റ്ലി
എങ്ങനെയെങ്കിലും നമുക്ക് ഇത് ചെയ്യണം പറഞ്ഞിട്ട് ആ ഒരു എഫേർട്ട് ഇസ് റിയലി കമൻഡബിൾ ആണ് ചെയ്തത്. പക്ഷെ ഇപ്പൊ നമുക്ക് വി ആർ നോട്ട് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അപ്പോ വി ആർ നൗ ടു സീ ഹൗ സേഫ്ലി ടു ഡു ഇറ്റ് ആൻഡ് ഹൗ വിത്ത് ഗുഡ് പ്ലാനിങ് ആൻഡ് ഗുഡ് എഞ്ചിനീയറിംഗ് ആൻഡ് മെറ്റിക്കുലസ് പ്ലാനിങ് വി ക്യാൻ ഡു ഇറ്റ്. അതാണ് ഇപ്പൊ നോക്കുന്നത്. അതിന് ഡെഫിനറ്റ്ലി ഈ സർക്കാർ തമ്മിൽ സംസാരിച്ചിട്ട് ഹൗ ദേ വോണ്ട് ടു ഡു, അഡ്മിനിസ്ട്രേഷൻ ഹൗ ദേ വോണ്ട് ടു ഗെറ്റ് ഇൻവോൾവ്, ഒരു നന്നായി പ്ലാൻ ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് സക്സസ് കിട്ടാൻ ഹൈ ചാൻസ്. നന്ദി, വളരെ നന്ദി സാർ. ഈ ചർച്ചയിൽ പങ്കെടുത്ത താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്. ബൈജു, അതാണ് ഈ സൊല്യൂഷൻസ് ഒരുപാട് വിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ എങ്ങനെ നടപ്പിലാക്കുമെന്നുള്ള കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും നാൾ ഈ വിഷയത്തിൽ കാര്യക്ഷമമായി പരമാവധി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മാർഗങ്ങൾ ഉപയോഗിച്ചോ എന്ന ചോദ്യം കൂടി മുന്നോട്ട് വരികയാണ്. ബൈജു അവിടെ പോയി 10-12 ദിവസം നിന്ന് സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഒരാളാണല്ലോ. അങ്ങനെ ഒരു ഇടപെടൽ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായി ഉണ്ടായില്ല എന്ന ആക്ഷേപത്തിനും അർത്ഥമുണ്ടല്ലോ. തീർച്ചയായും മേജർ ഇന്ദ്രപാൽ അദ്ദേഹം കൃത്യമായി ആ കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. ആ 2 സാധ്യത തന്നെയാണ് നേരത്തെയും അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ അത്തരം സംവിധാനങ്ങൾ എത്തിക്കാൻ അത് എങ്ങനെയാണെന്ന് തരത്തിലുള്ള ചിന്തകൾ ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. രഞ്ജിത്തെ, ഇതിൽ ഒരു ദുരന്തം ഉണ്ടായാൽ നമ്മൾ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടതെന്ന് വലിയ ചോദ്യം ഉയരുകയാണ്. കാരണം അത്രത്തോളം വലിയൊരു ദുരന്തമാണിത്. കാരണം 9 പേർ മരണപ്പെടുന്ന സാഹചര്യം, 3 പേരെ കാണാതാകുന്നു, വലിയ തോതിലുള്ള ഒരു ദുരന്തം, ദേശീയപാത ദിവസങ്ങളോളം ഗതാഗത തടസ്സമുണ്ടാകുന്നു. ഇത്തരത്തിൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഈ രീതിയിലാണോ നമ്മുടെ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടതെന്ന വലിയ ചോദ്യം അവിടെ ഉണ്ട്. അപ്പോഴും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രതികൂല കാലാവസ്ഥയൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ തരണം ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. അത് കേരളത്തിൽ നിന്നായാലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായാലും നമുക്ക് എത്തിക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ തന്നെ തൃശൂർ ഇത്തരത്തിൽ ഒരു സംവിധാനം ഉണ്ടെന്ന് പറയുമ്പോഴും അത് കൊണ്ടുവരാൻ കേരളം തയ്യാറാകുമ്പോഴും പക്ഷെ കർണാടക അതിൽ ഒരു സാങ്കേതികത്വം പറഞ്ഞ് അത് നീളാനുള്ളൊരു സാധ്യത പറഞ്ഞു. എന്തായാലും അർജുനെ കണ്ടെത്താനുള്ള ആ ദൗത്യം നീളാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടൽ ഉണ്ടായിരുന്നു. അതൊന്നും കുറച്ചു കാണാൻ കഴിയില്ല. ആ കലക്ടറൊക്കെ മുഴുവൻ സമയവും അവിടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ കാർവാർ MLA AKM അഷ്റഫ്, കേരളത്തിൽ നിന്നുള്ള MLA മാർ ഇടപെടൽ കാര്യക്ഷമമാകുമ്പോഴും ഇങ്ങനെയാണോ ഒരു ദുരന്തമുഖത്ത് നമ്മൾ ആ രീതിയിൽ പ്രവർത്തിക്കേണ്ടെന്ന ചോദ്യമാണ് അവിടെ വരുന്നത്. വളരെ മന്ദഗതിയിലായിരുന്ന പല പ്രവർത്തനങ്ങളും കരയിൽ നിന്നും മണ്ണ് മാറ്റാൻ തന്നെ 9 ദിവസം വേണ്ടി വന്നു. പിന്നീടാണ് പുഴയിലേക്കുള്ള തെരച്ചിൽ. അത്തരത്തിൽ വളരെ വൈകിയാണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയതെന്നാണ് വാസ്തവം. എന്തായാലും മേജർ ഇന്ദ്രപാൽ അദ്ദേഹം പറഞ്ഞതാണ് അതിൽ ഏറ്റവും പ്രധാനം. ആ 2 വഴി അത് കൃത്യമായി പോവുകയാണെങ്കിൽ നമുക്ക് ഈ അർജുന്റെ അരികിലേക്ക് എത്താൻ പറ്റും. ഇനിയിപ്പോൾ അർജുന ട്രക്കിനകത്ത് ഉണ്ടോ എന്നതും വലിയ ചോദ്യചിഹ്നമാണ്. ഇനി അതിന് തൊട്ടടുത്തൊരു മൺകൂന, വലിയ തോതിൽ മൺകൂന രൂപപ്പെട്ടിട്ടുണ്ട്. ആ മൺകൂന അതിനകത്ത് ഉണ്ടോ എന്നും നോക്കേണ്ടി വരും. ഇനി ട്രക്കിനകത്ത് മാത്രമാണ് അർജുനുള്ളത് എന്ന രീതിയിലുള്ളൊരു രക്ഷാപ്രവർത്തനത്തിന് പുറമെ ഒരേ സമയം തന്നെ ട്രക്ക് ഉയർത്താനും ആ മൺകൂന നീക്കം ചെയ്യാനുള്ള നടപടിയാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ വളരെ പെട്ടെന്ന് തന്നെ അർജുനെ കണ്ടെത്താനാകും. ഒപ്പം 2 കന്നഡികരുണ്ട്, അവരെയും കണ്ടെത്താനാകൂ. എന്നാലും കർണാടകത്തിൽ നിന്നുള്ള പ്രതിഷേധവും കേരളത്തിൽ നിന്നുള്ള പ്രതിഷേധവും ഇത് 2 കണക്കിലെടുത്താണ് ഇപ്പോൾ ഇത്തരമൊരു കാര്യത്തിലേക്ക് കർണാടക എത്തിയത്. രക്ഷാദൌത്യം തുടരും, അത് കരയിലായിരിക്കുമെന്ന. എന്തായാലും പുഴയിൽ മനുഷ്യ സാധ്യമായത് എന്തായാലും ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം സാധിക്കില്ല എന്നത് വാസ്തവമാണ്. അത്രത്തോളം അടിയൊഴുക്കും അവിടെയുണ്ട്. നമ്മൾ ആ അഴിമുഖത്തൊക്കെ പോയി കണ്ടതാണ്. വലിയ തോതിലുള്ള ഒഴുക്കാണ്, വലിയ പുഴയാണ്. അതുകൊണ്ട് തന്നെ മറ്റ് യന്ത്ര സംവിധാനങ്ങൾ എവിടുന്ന് കൊണ്ടുവരാൻ പറ്റും, അത് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കാൻ പറ്റും, ഈ രക്ഷാപ്രവർത്തനം അത്തരത്തിൽ പുനരാരംഭിക്കാൻ പറ്റും എന്നാണ് ഇപ്പോൾ ചിന്തിക്കേണ്ടത്. ശരി ബൈജു. മുനീർ, അതാണ് സാഹചര്യം. നേരത്തെ പറഞ്ഞതുപോലെ ഈ വിദഗ്ധർ, ഈ രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്ന വിദഗ്ധർ, ഇന്ദ്രപാൽ സാറിനെ പോലെയുള്ള ആളുകൾ പലവിധ കാര്യങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ ഉണ്ടായ ഒരു പ്രശ്നം എന്ന കാര്യം നമുക്ക് വളരെ വ്യക്തമായി തന്നെ, എവിഡൻ്റായി തന്നെ അറിയാം. അത് നമ്മുടെ ജനപ്രതിനിധികളൊക്കെ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അല്പമൊക്കെ ഒരു വ്യത്യാസമുണ്ടായത് ഈ മന്ത്രിമാരൊക്കെ അവിടെ പോയി ചെന്ന് തമ്പടിച്ച് MLA-മാരൊക്കെ അവിടെ ചെന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയപ്പോഴാണ്. അപ്പോൾ അത്രത്തോളം അലസതയാണ് എന്ന കാര്യം വ്യക്തമാണല്ലോ. തീർച്ചയായും. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് മുന്നോട്ട് കൊണ്ടുപോവുക, എങ്ങനെയെങ്കിലും ഒന്ന് ഈ ട്രക്കും അർജുനെയും കണ്ടുപിടിക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. കാരണം
ഈ 13 ദിവസമായിട്ടും നമ്മൾ രാവിലെ വൈകുന്നേരം പ്രതീക്ഷ നഷ്ടപ്പെടുക. അപ്പോൾ ഇതിപ്പോൾ ഇന്ദ്രപാൽ സാറ് പറഞ്ഞ മാതിരി ആ 2 ഇത് കൊടുത്തിട്ട് എന്താണോ യന്ത്രങ്ങൾ വരേണ്ടത് അതിനൊരു ഇത് കൊടുത്തുങ്ങാണ്ട് പെട്ടെന്ന് നമുക്കൊരു ഇത് കണ്ടുപിടിക്കാന്നുള്ള ഇതില്ല, അതാണ് ചെയ്യേണ്ടത്. ഉള്ളൂ. ഈ കുടുംബവുമായി സംസാരിച്ചിരുന്നോ? കഴിഞ്ഞ 2-3 ദിവസമായി അവർ മാധ്യമങ്ങളെ കാണാതിരിക്കുകയാണ്. അവർ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയുടെ ഭാഗത്തു നിന്നൊക്കെ ഈ ചില കോണുകളിൽ നിന്ന് ചില അറ്റാക്കുകളൊക്കെ അവർക്കെതിരെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു പ്രയാസം അവർക്കുണ്ടായിരിക്കാം. ഇന്നിപ്പോൾ ഈ പറഞ്ഞതുപോലെ അതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്ന് അവർ അറിയിച്ചിരുന്നു. ഇപ്പോൾ എന്താണ് അവരുടെ ഒരു വികാരം, അവർ പങ്കുവെക്കുന്ന ഒരു കാര്യം എന്താണ്? അവർ പങ്കുവെക്കുന്നത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് നിൽക്കുന്നത്. എന്തെങ്കിലും അവർക്ക് എല്ലാ ഇതും കാര്യങ്ങളും ഉൾക്കൊണ്ട് അവർ ഇത്രയും നാളായിട്ട് അത് ഉൾക്കൊണ്ടു. കാരണം എന്നാലും അവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. നാളത്തെ അർജുൻ്റെ സഹോദരിയുടെ സംസാരമൊക്കെ എല്ലാവരും കേട്ടതാണ്. കാരണം ഇതെങ്ങനെയും ഒന്ന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അവർക്ക്. പിന്നെ ഇന്ന് ഇപ്പോൾ ചാനൽ ചർച്ച ഇത് അവിടുത്തെ രക്ഷാപ്രവർത്തനം നിർത്തി വെച്ചപ്പോൾ 6:30 വരെ എല്ലാ മാധ്യമപ്രവർത്തകരോടും കഴിഞ്ഞിട്ട് അത് അവരെ തീരുമാനങ്ങളായിരുന്നു. അന്നപ്പോൾ പിന്നെ വീണ്ടും ഇത് രക്ഷാപ്രവർത്തനം തുടരും എന്നുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ ഒന്നും പറയാനില്ല. കാരണം മാധ്യമപ്രവർത്തകരെ കണ്ടിട്ട് എന്താണ് അവരുടെ സങ്കടങ്ങൾ അവർ ഉള്ളിലൊതുക്കി ഇതാക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ്? ശരി ബൈജു, അതാണ് ഈ കുടുംബത്തിനും ഒരുപാട് പ്രയാസങ്ങളുണ്ട്. കാരണം അവർക്ക് ഇതിനെക്കുറിച്ചൊരു വ്യക്തത വരണം. ഇത്രയധികം ദിവസമായിട്ടും എന്താണ് എവിടെയാണ് അർജുൻ എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഈ പറഞ്ഞതുപോലെ ധാരണയും ഉണ്ടാകുന്നില്ല. കൃത്യമായൊരു വിവരം കുടുംബത്തിന് ആശ്വാസകരമായ എന്തെങ്കിലും ഒന്ന്. ഇനിയിപ്പോൾ ആശ്വസിക്കാനുള്ളത് ഈ ലോറി കണ്ടെത്തുക, അർജുൻ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കുക എന്നതൊക്കെയാണല്ലോ. അവിടേക്ക് എത്താൻ പറ്റാത്തൊരു പശ്ചാത്തലമാണ് ആകെ ആശങ്കപ്പെടുത്തുന്നത്. നമ്മൾ ഇത്രയധികം സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടും ഇത്ര വലിയ തെരച്ചിൽ നടത്തിയിട്ടുമൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണല്ലോ വളരെ നിരാശാജനകമായ കാര്യം. തീർച്ചയായും രഞ്ജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനം ഈ രാത്രി തിരച്ചിൽ ഇല്ല എന്നതാണ്. നമുക്ക് ഇത്രയും പ്രധാനമായി ഇവർ ഇത് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് രാത്രി തെരച്ചിൽ നടത്തുന്നില്ല എന്നാണ്. വൈകിട്ട് 6 മണി 7 മണി ആകുമ്പോഴേക്കും തെരച്ചിൽ നടത്തി, അത് പിന്നീട് രാവിലെ 7 മണിക്ക്. അത്തരത്തിൽ 13 ദിവസം, നമുക്കൊരു 6 ദിവസത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താമായിരുന്നു. പിന്നീട് എന്ത് വേണമെന്നത് കാര്യത്തിൽ ഒരു ചിന്തയാകുമായിരുന്നു. നീണ്ട കാത്തിരിപ്പാണ് ഈ കുടുംബങ്ങൾക്കൊക്കെ ഉള്ളത്. ആ വീടിലെ ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കണം, ജിതിന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കണം. ഒരുപാട് ബന്ധുക്കൾ അവിടെ ഈ സംഭവ സ്ഥലത്ത് വന്ന് നിൽക്കുന്നുണ്ട്. വീട്ടിലും അർജുൻ അവസാനമായെങ്കിലും ഒരു നോക്ക് കാണാൻ പറ്റുമെന്ന ആ ഒരു പ്രതീക്ഷയിൽ ആ കുടുംബം കഴിയുന്നു. കേരളം മൊത്തം അത്തരത്തിൽ വലിയ പ്രതീക്ഷയിൽ കഴിയുന്നു. അപ്പോഴും ഈ രാത്രി തിരച്ചിൽ പൂർണ്ണമായും നിർത്തിയതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയത്. അത്രത്തോളം വെളിച്ചവും മറ്റ് സംവിധാനവും ഏർപ്പെടുത്തി രാത്രി തിരച്ചിൽ കൂടി നടത്തേണ്ടതാണ്. അതിന്റെ ഒരു കാരണം പറഞ്ഞത് അവിടെ ഇത്തരത്തിൽ മണ്ണിടിച്ചൽ ഭീഷണി ഉണ്ടെന്നാണ്. എന്നാൽ ഇതുവരെ ആദ്യ ചൊവ്വാഴ്ച മണ്ണിടിച്ചിൽ ഉണ്ടായതിനു ശേഷം ഏതെങ്കിലും തരത്തിലൊരു മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല പകൽ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നുമുണ്ട്. ആകെയുള്ള വേണ്ടത് വെളിച്ചമോ ആ ജനറേറ്റർ ഉൾപ്പെടെയുള്ള കുറച്ച് സംവിധാനങ്ങൾ മാത്രമാണ്. അത് ഉപയോഗിക്കാൻ പറ്റിയില്ല. അത് വലിയൊരു പോരായ്മയാണ്. അതുകൊണ്ട് തന്നെ 13 ദിവസം വേണ്ടി വന്നു. അത് നമുക്കൊരു 6 ദിവസമായി ചുരുങ്ങുമായിരുന്നു ഈ ഒരു നിഗമനത്തിലേക്ക് എത്താൻ. എന്തായാലും ഇനിയിപ്പോൾ എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കൂടിയാലോചന എപ്പോഴുണ്ടാകും? MLA-മാർ, അതായത് ജനപ്രതിനിധികൾ, കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ അവിടെ തന്നെ തുടരുമോ? ഈ ഒരു ചോദ്യം വളരെ പ്രധാനമാണ്. 6-13 ദിവസം എന്ന് പറയുമ്പോൾ ബൈജു തന്നെ അവിടെ നേരിട്ട് പോയ ആളാണ്. ഈ രക്ഷാപ്രവർത്തനം തുടങ്ങാൻ കുറഞ്ഞതൊരു 3-4 ദിവസം വൈകി. അതിനുശേഷമാണ് കാര്യക്ഷമമായി കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ആദ്യഘട്ടത്തിൽ ബൈജു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ഒരു ഏകോപനത്തിൻ്റെ കുറവ് എല്ലാ കാര്യങ്ങൾക്കും അവിടെയുണ്ട്. ഇവിടെ നിന്ന് മന്ത്രിമാരും MLA-മാരും ജനപ്രതിനിധികളും അവിടെ എത്തുകയും മാധ്യമങ്ങൾ കൂടി ഇത് വലിയ വാർത്തയാവുകയും സമ്മർദ്ദം ചെലുത്തുകയൊക്കെ ചെയ്തപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു തുടങ്ങിയത്. AK ശശീന്ദ്രൻ മിനിസ്റ്റർ, അദ്ദേഹം ടെലിഫോൺ ലൈനുണ്ട്. ശശീന്ദ്രൻ, താങ്കൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്താണ്? ദൗത്യം തുടരുമെന്നാണ്. അത് ഏത് രീതിയിലാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ മിനിസ്റ്റർ? ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് അതിയായ ഉത്കണ്ഠവും പ്രയാസവുമാണുള്ളത്. കാരണം ഞങ്ങളെല്ലാം അവിടെ ഉണ്ടായിട്ടും അങ്ങനെ ഒരു സൂചന പോലും നൽകാതെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ആകാംക്ഷകളെ ആകെ കെടുത്തിക്കളയുന്ന വിധത്തിലായിരുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾ റവന്യൂ മന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ നമ്മൾ 2 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്.
ഒന്ന് ഈ ഇതിനു വേണ്ടിയുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങൾ കുറെ കൂടി ശക്തിപ്പെടുത്തുക. 2, റെസ്ക്യൂ പ്രവർത്തനങ്ങൾ ഉടനെ അവസാനിപ്പിക്കാതിരിക്കുക. ഫലം കാണുന്നത് വരെ അത് തുടരണമെന്ന 2 ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഇത് കാണിച്ച് ഇന്നലെ ബഹുമാനപ്പെട്ട കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും പരിഗണിച്ചതായി കാണുന്നില്ല എന്നത് വളരെ പരിതാപകരമായ ഒരു സ്ഥിതിയാണ്. അങ്ങനെ വേണ്ടിയില്ലായിരുന്നു. കർണാടകവുമായി വളരെ സഹകരിച്ചു പോകുമ്പോൾ 2 മന്ത്രിമാർ അവിടെ ഉണ്ടായിട്ട് ഇന്ന് രാവിലെ ഞാൻ അവരുമായി ആശയവിനിമയം നടത്തിയപ്പോൾ അങ്ങനെ നിർത്താൻ ആലോചിക്കുന്നില്ല എന്നൊരു സൂചനയാണ് എനിക്ക് തന്നിട്ടുള്ളത്. മറ്റൊന്ന്, നേരത്തെ ചോദിച്ചതുപോലെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് റിയാസ് മിനിസ്റ്ററുടെ സാന്നിധ്യത്തിൽ അവിടെ ഒരു കൂടിയാലോചനാ യോഗം നടന്നിരുന്നു. ആ യോഗത്തിൽ ചില ധാരണകളിൽ എത്തിയിരുന്നു. ആ ധാരണകൾ പ്രകാരമുള്ള നടപടികളും അവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് കുറച്ചും കൂടി ഫലപ്രദമായ ഒരു പരിശോധന നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു എന്ന ഒരു പ്രയാസം ഞങ്ങൾക്കുണ്ട്. ഇന്ന് വൈകുന്നേരം വീണ്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇങ്ങനൊരു ദൂഷണ സൂചന കിട്ടിയതിനു ശേഷം അടിയന്തര സന്ദേശം അയക്കുകയുണ്ടായി. ആ സന്ദേശവും വേണ്ടത്ര പരിഗണിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. അതിൽ ഞങ്ങൾക്കെല്ലാം കടുത്ത മനപ്രയാസമുണ്ട് എന്ന് മാത്രമാണ് ഞാനിപ്പോൾ പറയാം. ഈ ഇന്നിപ്പോൾ തിരച്ചിൽ നമ്മുടെയൊക്കെ സമ്മർദ്ദത്തിന്റെ പുറത്തായിരിക്കും, തിരച്ചിൽ തുടരുമെന്നുള്ള അത്തരത്തിലാണ് നിലപാടാണ് കർണാടകം സ്വീകരിച്ചിരിക്കുന്നത്. MLA അത് വ്യക്തമാക്കുകയും ചെയ്തു, കാറൂർ MLA. പക്ഷെ അപ്പോഴും ഏത് തരത്തിലാണെന്ന കാര്യത്തിൽ പ്രശ്നമുണ്ടല്ലോ. നമുക്ക് ഇതുവരെ നടന്ന പ്രവൃത്തിയിലൊന്നും യാതൊരുവിധ ഒന്നും തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ നിർത്തുകയാണ് പറയുമ്പോൾ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഇത്രയും നമ്മൾ കാത്തിരുന്നു. അപ്പം ഇനിയും ഇതിന് പല കാര്യങ്ങളും പറഞ്ഞിട്ട് നിർത്തുക എന്ന് പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് പെട്ടെന്ന് തുടർന്ന് പോകണം തന്നെയാണ്. ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനം പ്ലസ് അഡീഷണൽ ആയിട്ട് വേണ്ട എല്ലാ രീതിയിലുള്ള ടെക്നോളജികളും കാര്യങ്ങളായിട്ട് മുന്നോട്ട് തന്നെ പോകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ കർണാടക സർക്കാർ എന്തെങ്കിലും തീരുമാനത്തിൽ നിന്നും ഇല്ല, നമുക്ക് അതായത് ഇതുവരെയൊക്കെ നമ്മുടെ സർക്കാരാണെങ്കിലും അവിടുത്തെ സർക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ട് നമുക്കും അതിൽ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പെട്ടെന്ന് നിർത്തുക എന്ന് പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമുക്ക് അർജുനെ പോലെ തന്നെ വേറെ 2 പേരെയും കൂടി കണ്ടു കിട്ടാനുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവർ തിരിച്ചു കിട്ടുന്നവരെ ഈ തിരച്ചിൽ യാതൊരു കാരണവശാലും നിർത്തരുതെന്നാണ് അപേക്ഷിക്കുന്നത്. മെയിനാണ് മിനിസ്റ്റർ അടക്കമുള്ള മീറ്റിങ്ങിൽ ഈ കാര്യങ്ങൾ മിനിസ്റ്റർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ MLA എല്ലാ ആളുകളും കൂടിയിട്ടുള്ള മീറ്റിങ്ങിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വിദ്യകളൊന്നും ഇതുവരെ അവിടെ എത്തിയിട്ടില്ല എന്നാണ് നമ്മളടുത്ത് അവിടുന്ന് പറഞ്ഞ കാര്യം. ഇനി 4 ദിവസം. പക്ഷെ ഇപ്പം നടന്നു പോകുന്ന ഈ കാര്യങ്ങൾ തന്നെ മുന്നോട്ട്, അതായത് അവർ പിൻവാങ്ങിയതിന് നമുക്കറിയില്ല. അത് എത്രത്തോളം ഒരു അനിശ്ചിതത്വം അതിലുണ്ട്. എത്ര കാലത്തേക്കെന്നൊന്നും നമുക്കറിയില്ല. പിന്നെ ഈ കാലാവസ്ഥേൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ അതൊക്കെ നിയന്ത്രിക്കാനുള്ള പല രീതിയിലുള്ള ടെക്നിക്കുകളും നമുക്ക് അവൈലബിൾ ആണ്. ആ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുവരെ നിങ്ങളൊക്കെ നമ്മുടെ കൂടെ നിന്നുണ്ട്, ഇവിടുത്തെ ജനങ്ങൾ കൂടെ നിന്നുണ്ട്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും നമ്മുടെ കൂടെ നിന്നുണ്ട്. അവരുടെയൊക്കെ സപ്പോർട്ടും സാന്നിധ്യവും നമുക്ക് ഇനിയും വേണം. അപ്പം ഈ ഒരു തിരച്ചിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കരുതെന്നാണ് നമുക്ക് ഇനി പറയാനുള്ളത്. ഹസ്ബൻഡ് തന്നെയാണ് നമ്മളെ അറിയിക്കുന്നത്. അതിലൊന്നും നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. എല്ലാ ഹസ്ബൻഡ് നമുക്ക് കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നമുക്ക് തിരച്ചിൽ യാതൊരു കാരണവശാലും നിർത്താൻ പാടില്ല. പിന്നെ മെനയാന്ന് നമുക്ക് ലോറി കണ്ടു, അത് ഐഡൻറ്റിഫൈ ആയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നൊന്നും അതിനെപ്പറ്റി യാതൊരു വിധ ഇതുമില്ല. നമ്മൾ അന്ന് ഓരോ നിമിഷവും ഇപ്പം കിട്ടും. അപ്പോൾ എന്തുകൊണ്ട് ലോറി ഒന്നും കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേറ്റ് ചെയ്തിട്ടൊന്നും നമുക്ക് ബാക്കി വിവരങ്ങൾ കിട്ടാത്തതിലൊരു ചെറിയ വിഷമമുണ്ട്. പക്ഷെ നമുക്ക് ആരും ബ്ലെയിം ചെയ്യുകയല്ല. നമുക്ക് ഈ ഒരു അവനെ തിരിച്ചു കിട്ടുന്ന അല്ലെങ്കിൽ അവനെ പോലെ കാണാതായ മറ്റ് 2 പേരെയും തിരിച്ചു കിട്ടുന്നവരെ ഈ ഒരു തിരച്ചിൽ യാതൊരു കാരണവശാലും നിർത്താതെ മുന്നോട്ട് പോകണം. പിന്നെ ഒറ്റ കാര്യം കൂടി, 13 ദിവസമായി. അപ്പം അമ്മ ഇപ്പോഴും ചോദിക്കുകയാണ് എൻ്റെ മകൻ എന്താ പറ്റിയത്. ഈ 13 ദിവസമായിട്ട് നമ്മൾ എന്താ ഇനി പറയേണ്ടത്, എന്നാ തിരിച്ചു വരിക, ഒന്നും അറിയില്ല. അപ്പം നഷ്ടമായിട്ട് അർജുനെ നമുക്ക് നഷ്ടമായിട്ട് 13 ദിവസമായി. അപ്പോൾ ഇനിയും 4 ദിവസം നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കേണ്ടതെന്ന് നമുക്ക് അറിയുന്നില്ല. എല്ലാവരുടെയും സപ്പോർട്ടോടും ഇതുവരെ നിന്ന് എല്ലാ രീതിയിലും നമുക്ക് തിരച്ചിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ സാറൊക്കെ പറയുന്നുണ്ടെന്ന് പറയാം, ചെയ്യുമ്പോൾ എല്ലാവരും അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ യാതൊരു കാരണവശാലും തിരച്ചിൽ നിർത്തരുത്. അതിന് എല്ലാ സപ്പോർട്ടും സഹോദരിയാണ്
സംസാരിച്ചത് ഇപ്പോൾ മാധ്യമങ്ങളോട്. അവർ ഇതുവരെയുള്ള തെരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള നിരാശ വല്ലാതോതിൽ പങ്കുവെക്കുന്നുണ്ട്. ബൈജു, അതാണ് സാഹചര്യം. കാരണം അവർക്ക് ആശാവഹമായ യാതൊരു കാര്യങ്ങളും ലഭ്യമാകുന്നില്ല. അവർക്കൊന്നും കൃത്യമായി അവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല നമ്മുടെ ഭരണകൂടങ്ങൾക്ക്. ഒരുപാട് എഫേർട്ടുകളെടുത്തെങ്കിലും ഒരു മനുഷ്യജീവൻ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിലെങ്കിലും ഒരു വ്യക്തത വേണം. അവിടെയാണ് വലിയ പ്രശ്നം. ആ കുടുംബത്തിൻ്റെ ആശങ്ക പരിഹരിക്കേണ്ടതുണ്ട്. അതിനുള്ള കൃത്യമായ തരത്തിൽ അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. തീർച്ചയായും രഞ്ജിത്തെ, അവരുടെ വാക്കുകൾ, ആ അമ്മ മകൻ എവിടെയെന്ന ചോദ്യം, അതിന് ഇനി എപ്പോൾ ഉത്തരം കിട്ടും? അത് തന്നെയാണ് അനിശ്ചിതത്വം തുടരുന്നു എന്ന നമ്മൾ ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞ അതേ അവസ്ഥയിലേക്ക് എത്തുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം ഒരു പക്ഷേ ഈ അവിടെ നിന്ന ഒരാളെന്ന നിലയ്ക്ക് മനസ്സിലാക്കിയത് ഈ ദുരന്തത്തിൽ ഒരു പക്ഷേ ഈ സംവിധാനങ്ങൾ പകച്ചുപോയോ, അതല്ല ഏതെങ്കിലും തരത്തിലുള്ള അവഗണന ഇതിലുണ്ടായോ? ഈ രണ്ട് ചോദ്യങ്ങളാണ് അവിടുന്ന് ആവർത്തിച്ച് ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഈ തെരച്ചിൽ ഇത്തരത്തിൽ ഏതെങ്കിലും സംവിധാനങ്ങൾ കൊണ്ടുവരുന്നവരെ പുഴയിലുള്ള തെരച്ചിൽ തുടരുകയും അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ഇവർ തിരിച്ചു പോയാൽ പിന്നീട് അത് എപ്പോഴാണ് ഇവിടത്തേക്ക് തിരിച്ചു വരിക? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ MLA-മാർ അത് ഏറ്റവും പ്രധാനമാണ്. AKM അഷ്റഫ് ഉൾപ്പെടെ ഉള്ളവർ ഈ നമ്മളുള്ള അതേ ദിവസം ഇത്ര ദിവസം അവിടെ തന്നെ ക്യാമ്പ് ചെയ്താണ് ഇതിന് ഒരു ഇത്തരത്തിൽ വേഗത വർദ്ധിച്ചത്. ഇനി അവർ അവിടെ തുടരുമോ? കേരളത്തിൽ നിന്നുള്ള മറ്റ് MLA-മാർ തുടരുമോ? ഇവരൊക്കെ ഇവിടെ നിന്നും പോവുകയാണെങ്കിൽ ആ ജിതിൻ എന്ന് പറയുന്ന ആ അവിടെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ജിതിനും ഭയപ്പെട്ടതാണ്. മാധ്യമങ്ങൾ ഇനി അവിടെ ഉണ്ടാകുമോ? കാരണം ഇതിന് എപ്പോഴാണ് ഈ തെരച്ചിൽ തുടരുന്നതെന്ന് അറിയില്ല. ആ പ്രദേശത്തേക്ക് നമ്മുടെ മാധ്യമപ്രവർത്തകരെ കയറ്റിവിടാത്തൊരു സാഹചര്യം. അത്തരം സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും മാധ്യമങ്ങൾ പിൻവാങ്ങും, ഒപ്പം ഈ ജനപ്രതിനിധികൾ പിൻവാങ്ങും. പിന്നീട് ഈ തെരച്ചിൽ ഏത് തരത്തിൽ എപ്പോഴുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ആ പുഴയിലുള്ള തെരച്ചിലും ഇത്തരത്തിൽ യന്ത്ര സംവിധാനങ്ങൾ വരുന്നത് വരെ തുടരണം. ഈ കരയിൽ ഇനി വലിയ തെരച്ചിൽ നടത്തിയിട്ട് കാര്യമില്ല. അത്രത്തോളം കരയിൽ തെരച്ചിൽ നടത്തി കഴിഞ്ഞു. അവിടെ ഉണ്ടായ മണ്ണുകൾ മുഴുവൻ നീക്കം ചെയ്ത് കഴിഞ്ഞു. ആ ലക്ഷ്മണൻ എന്ന് പറയുന്ന മണ്ണിടിച്ചിൽ മരിച്ച അദ്ദേഹത്തിന്റെ ആ കടയുണ്ടായിരുന്ന ഭാഗത്തെ മണ്ണുകൾ മുഴുവൻ നീക്കി കഴിഞ്ഞു. അവിടെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഈ 3 പേരിൽ ആരെയും അവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പുഴയിൽ തന്നെയാണ് തെരച്ചിൽ നടത്തേണ്ടത്. അതുകൊണ്ട് പുഴയിൽ തെരച്ചിൽ നടത്താനുള്ള സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കുകയാണ് വേണ്ടത്. അതിനുള്ള നടപടികളാണ് കർണാടക സർക്കാർ വേണ്ടത്. ഏതായാലും രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമായി ഇതൊരു കാരണവശാലും മാറരുത്. അപ്പോൾ ഏത് രീതിയിൽ ഇത്തരത്തിൽ സഹകരിച്ചുകൊണ്ട് ഈ തെരച്ചിൽ പുനരാരംഭിക്കാൻ പറ്റും? ഇപ്പോൾ തന്നെ ഈ കേരളത്തിലെ മന്ത്രിമാർ അവിടെ ഇത്ര ദിവസം 2 ദിവസം ഉണ്ടായിട്ടും ഈ തീരുമാനങ്ങളൊന്നും മന്ത്രിമാരോട് പോലും പറയാതെ മാധ്യമങ്ങളോട് പോലും പറയാതെ പെട്ടെന്ന് ഒരു സമയത്ത് 3 മണിയാകുമ്പോഴേക്കായിരിക്കും ആണ് ഇത്തരത്തിൽ തെരച്ചിൽ പൂർണ്ണമായും നിർത്തുന്നു എന്ന തരത്തിൽ ഒരു വിവരം വരുന്നത്. അപ്പോൾ തന്നെ വലിയ പ്രതിഷേധം കേരളത്തിന്റെ ഭാഗത്തുണ്ടായി. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടുന്ന സാഹചര്യമുണ്ടായി. അതോടുകൂടിയാണ് തെരച്ചിൽ നിർത്തുന്നില്ല, കരയിൽ തെരച്ചിൽ എന്ന രീതിയിൽ രീതിയിലുള്ള ഒരു പ്രസ്താവന വരുന്നത്. എന്തായാലും ആ തെരച്ചിലിനെ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. പുഴയിലുള്ള തെരച്ചിലിന് ഏതൊക്കെ സംവിധാനങ്ങൾ വേണോ അത് അവിടെ എത്തിക്കാനുള്ള നടപടിയാണ് വേണ്ടത്. അതല്ലാതെ ഇപ്പോൾ പൂർണ്ണമായും തെരച്ചിൽ ഇത്തരത്തിൽ നിർത്തുന്ന സാഹചര്യത്തിൽ ഏതായാലും കരയിലെ തെരച്ചിലിന് നാവികസേനയുടെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് നാവികസേന ഇന്ന് തന്നെ മടങ്ങുമെന്നാണ്. കാരണം കരയിലാണ് തെരച്ചിൽ, പുഴയിലുള്ള തെരച്ചിൽ ഇനി മഴ അല്ലെങ്കിൽ കാലാവസ്ഥ അനുകൂലമായാൽ അങ്ങനെയാണെങ്കിൽ നാവികസേനയ്ക്ക് അവിടെ തുടരേണ്ട ആവശ്യമില്ല, അവർ തിരിച്ചു പോകും. ഇനി സൈന്യം ഇവിടെ തുടരുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത എന്തായാലും ബംഗളൂരുവിൽ നിന്നും വരാനുണ്ട്. സൈന്യം തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ NDRFന്റെയും അതുപോലെ തന്നെ SDRFന്റെയും സംഘം ഒരുപക്ഷെ അവിടെ ഉണ്ടാകുമായിരിക്കും. ഇത്തരത്തിൽ 2 or 3 JCB വെച്ച് കരയിലുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നത്. അതിനു പുറമെ ബൂം മിഷൻ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ബൂം മിഷൻ ഇനി ഏത് രീതിയിലാണ് ബൂം മിഷനെ കൊണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമെന്നറിയില്ല. നമ്മൾ അവിടെ കണ്ട സ്ഥിതിക്ക് കഴിഞ്ഞ ദിവസവും അവിടെ ആ ദുരന്ത ഭൂമിയിൽ പോയ ഒരാളെന്ന നിലയിൽ പറയുന്നു, അവിടെ കരയിൽ അത്തരത്തിലുള്ള മണ്ണോ നീക്കാനോ ആ ബൂം മിഷൻ ഉപയോഗിച്ചുള്ള വലിയ പ്രവർത്തികളോ നടത്താനുള്ള ഇപ്പോൾ നിലവിൽ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നാവികസേന മടങ്ങും. ഇന്ന് ആ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ഇനി ഏത് ദിവസമാണ് ഇതെന്ന് പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ നേരത്തെ ഈ ബൈജു പറഞ്ഞതനുസരിച്ച് നാവികസേനയുടെ സാന്നിധ്യം ഇനി അവിടെ ഉണ്ടായിരിക്കില്ല. ഈ ദൗത്യത്തിന്റെ കാര്യത്തിൽ വലിയ അനിശ്ചിതത്വമുണ്ട്. ഒരു പേരിന് മാത്രം ഒരു ദൗത്യം നിലയിലേക്ക് ഒരു പക്ഷേ കാര്യങ്ങൾ മുന്നോട്ട് പോയേക്കാം. അതിനപ്പുറമൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് പ്രധാനം. നേരത്തെ കാർവാർ MLA ഇതുമായി ബന്ധപ്പെട്ട് ദൗത്യം തുടരും എന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണമുണ്ടായിരുന്നു. ആദ്യം രാവിലെയൊക്കെ വലിയ തോതിൽ ദൗത്യം നിർത്തിവെക്കും എന്നുള്ള പ്രചാരണത്തിനിടയിലാണ് ദൗത്യം തുടരാനുള്ള തീരുമാനമുണ്ടായത്. അത് ഭാഗികമായി മാത്രമായിരിക്കും എന്നാണ് മനസ്സിലാകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക്. What is the next course of action? How we have to go? That was the first agenda, and on that
your honorable MLAs, they have talked to CM, and CM also talked to our CM, and they have told each other that this rescue has to be continued. Okay. Rescue course should not be stopped and it should be continued. Thereafter, we have discussed here regarding this matter. One is, you are also aware of that, total water of the river is mixed with the mud and it is red color, which is very difficult to go inside. And today also our Ishwar Malpe, 2 times he was struck. I told you that river mud bed is there first now. Mud bed means clay bed. On top of that, stones. On top of that, this banyan tree. Banyan tree is having lot of branches. And our intention was that branch we have to remove, so that if anybody is stuck in that has to come out. ബൈജു, ഈ നാവികസേന മടങ്ങുന്നു എന്നുള്ള ബൈജുവിന് ലഭിച്ച വിവരം അത് കൃത്യമെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. കാരണം ഇനി കരയിൽ അർജുൻ ഇല്ല എന്ന് ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ട, ലോറിയുമില്ല എന്ന് ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ട മട്ടമുണ്ടല്ലോ ആധുനിക പരിശോധനകളിൽ. അപ്പോൾ ഈ എന്തിനാണ് ഈ തെരച്ചിൽ എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. അത് വേണമെങ്കിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമുള്ള കാര്യങ്ങളായിരിക്കും. കൂടാതെ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നൊക്കെ ജങ്കാറടക്കം എത്തിച്ചുള്ള പരിശോധനയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എത്ര ദിവസത്തിനകം ഇവിടെ നിന്ന് അവിടെ എത്തണമല്ലോ. അതിനുള്ള എത്രയോ കിലോമീറ്ററുകൾ താണ്ടി വേണം അവിടെ എത്താൻ. പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ, ഭരണ സംവിധാനങ്ങൾ തമ്മിലുള്ള ആശയവിനിമയങ്ങൾ, അത്തരം കാര്യങ്ങൾക്ക് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ നമുക്കിനിയും ഒരു 2-3 ദിവസത്തേക്കെങ്കിലും കാര്യങ്ങൾ പഴയപടി നടക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമേ ഇല്ല. രഞ്ജിത, അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഈ തൃശ്ശൂരിൽ നിന്നും നമ്മൾ 24 മണിക്കൂറിനകം അവിടെ ഈ എത്തരത്തിലുള്ള യന്ത്രം എത്തിക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് പറ്റില്ല, നമ്മുടെ ടെക്നീഷ്യൻ വന്ന് അവിടെ നിന്ന് അതിനുള്ള അനുമതി കിട്ടണം. അത്തരത്തിൽ ഒഴിവ് അതിൽ കൃത്യമായി നമുക്ക് ആ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. എന്തോ ഒരു തീരുമാനം കർണാടക എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നാവികസേന ആ സമയത്ത് ഒരു അപകടം നടന്നു, അതിനകത്ത് ജീവനോടെ നമ്മുടെ ആൾക്കാരുണ്ട്, അവരെ രക്ഷപ്പെടുത്തണമെന്ന ഒരു റിക്വസ്റ്റിന് മുകളാണ് അവർ വളരെ പെട്ടെന്ന് അവിടെ എത്തുകയും ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം മുഴുകുകയും ചെയ്തത്. വളരെ അത്രത്തോളം നാവികസേന അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. വലിയ പ്രവർത്തനം നടത്തിയിരുന്നു. പക്ഷേ ഇനി ഈ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി പുഴയിൽ നിർത്തി വീണ്ടും നാവികസേനയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിനുള്ള സാങ്കേതികത്വം അത് പരിശോധിക്കേണ്ടി വരും. അത്തരത്തിൽ നാവികസേനയ്ക്ക് വരാൻ പറ്റുമോ എന്ന കാര്യത്തിൽ എന്തായാലും ഇതിലൊരു വലിയ തോതിലുള്ള അനിശ്ചിതത്വം തുടരുന്നുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ അമ്മയുടെ കാത്തിരിപ്പ്, അതുപോലെ തന്നെ കേരളത്തിലെ ഓരോ കുടുംബങ്ങളിലെയും അമ്മമാരുടെയും ഇത്തരത്തിൽ കുടുംബങ്ങളുടെ കാത്തിരിപ്പ്, അർജുന് വേണ്ടി അർജുനെ അവസാനമായി ഒരു നോക്കുകയാണ് എന്നത് അത് ഇനി എത്രത്തോളം നീളും, അതല്ലെങ്കിൽ അതിന് സാധിക്കുമോ എന്ന ചോദ്യം പോലും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും പ്രതിഷേധം ഇല്ലാതാക്കാനുള്ള കൃത്യമായ നീക്കമാണ്, മറുപടിയാണ് ഈ കരയിലുള്ള തെരച്ചിൽ തുടരുമെന്നത് നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ പറ്റും. അത് ഈ 3 മണിക്ക് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ വലിയ തോതിൽ പ്രതിഷേധം ഉയർന്നു. അതിന് കൃത്യമായ അവർ അത് മറച്ചുവെക്കാനുള്ള ഒരു രീതി എന്ന നിലയിലാണ് ഇത്തരത്തിൽ പ്രഖ്യാപനവും ഉണ്ടായത്. എന്തായാലും ഇത് നേരത്തെ ഒരു കൂടിയാലോചന പോലും കേരളത്തിൽ നിന്നുള്ള, അല്ലെങ്കിൽ ഇത്രയും ദിവസമായി അവിടെ തുടരുന്ന AKM അഷറഫ് MLA അദ്ദേഹത്തോട് പോലും അറിയിക്കാതെ ഈ ഒരു തീരുമാനം എടുത്ത് മന്ത്രി തന്നെ മംഗളവൈദ്യാണ് അദ്ദേഹം ആ പ്രസ്താവന നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ യോഗം ചേർന്നത്. എന്തായാലും ഈ കാർവാർ MLA ആത്മാർത്ഥമായി ഇതിൽ ഇടപെട്ടു എന്ന് അവിടെ ഉണ്ടായിരുന്നതിന്റെ ആളെന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കലക്ടറും SP-യും പരിമിതികൾക്കിടയിലും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും കർണാടകത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു മന്ത്രിമാർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നത് നമ്മൾ എടുത്തു പറയണം. നമ്മൾ കേരളത്തിലോ അതല്ലെങ്കിൽ വേറെ മറ്റേത് സംസ്ഥാനങ്ങളിലായാലും മുഖ്യമന്ത്രി അല്ലാതെ മന്ത്രിമാർ ആരെങ്കിലും ഒരാൾ ആ സ്ഥലം സന്ദർശിച്ച് അതിനെ ഏകോപിപ്പിക്കേണ്ടതാണ്. ഏകോപനം എന്ന് പറയുന്നത് തുടക്കം മുതലേ ഈ സംഭവത്തിനില്ല, ഈ രക്ഷാപ്രവർത്തനത്തിനില്ല എന്ന് എടുത്തു പറയേണ്ടി വരും. ഏകോപനം ഒരു തരത്തിലും ഏകോപനം ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് വലിയ വീഴ്ച ഈ രക്ഷാദൌത്യത്തിന് വൈകാനും ഇടയാക്കിയത്. ഇനി ഏതായാലും ഇത്തരത്തെ 13 ദിവസമായി കഴിഞ്ഞിരിക്കുന്നു. അർജുൻ ഏത് അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക, അത് അർജുനെ നമുക്ക് തിരിച്ചു കിട്ടുമോ എന്നൊക്കെയുള്ള വലിയ സംശയങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. എന്തായാലും അത് തന്നെയാണ് ഈ കുടുംബം പങ്കുവെച്ച ആശങ്ക തന്നെയാണ് നമുക്കും പറയാനുള്ളത്. നമ്മളവിടെ ആ രീതിയിലുള്ള കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഓരോ രക്ഷാദൌത്യവും ആ രീതിയിലായിരുന്നു. എന്തായാലും ഇത്തരം ഒരു അപകടമുണ്ടായാൽ
ഇതല്ല സ്വീകരിക്കേണ്ട മാർഗം എന്നതാണ് എടുത്തു പറയേണ്ടത്. അത് നമുക്കിനി ഭാവിയിലും മറ്റെന്തെങ്കിലും ദുരന്തമുഖത്ത് ഈ രീതിയിലായിരിക്കരുത് എന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ശിരൂരിലേത്. എന്തായാലും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയത്ത് അത്തരത്തിൽ സംവിധാനങ്ങളൊന്നും എത്തിക്കാതെ ഇത്തരത്തിൽ നീണ്ടുപോകുന്ന ഒരു സാഹചര്യം. ഏറ്റവും ഒടുവിൽ സൈന്യം വന്നപ്പോൾ അതിന്റെ ഏകദേശം സമയം അത്രത്തോളം കഴിഞ്ഞിരുന്നു. പുഴയിലുള്ള തെരച്ചിലാണെങ്കിൽ ഇത്തരത്തിൽ വലിയ തോതിലുള്ള പ്രതികൂല സാഹചര്യം, അടിയൊഴുക്ക് ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായത്. എന്തായാലും കർണാടക ഇനി എന്ത് നിലപാട് നാളെ സ്വീകരിക്കുന്നു, അവിടെ തെരച്ചിൽ എത്രത്തോളം ഉണ്ട് എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. കെ വി ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. പ്രധാനപ്പെട്ട അതിഥികളും ഈ ചർച്ചയുടെ ഭാഗമായി ഇന്ദ്രപാൽ സാർ ഉണ്ടായിരുന്നു, കേരള ഡിന്നി ഉണ്ടായിരുന്നു, ഒപ്പം മുനീർ അർജുന്റെ ബന്ധുവും ഈ ചർച്ചയിൽ പങ്കെടുത്തു. ഏതായാലും അർജുനായുള്ള തെരച്ചിൽ തുടരും, അത് ഭാഗികമായെങ്കിലും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.